1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 1 Corinthians chapter 15, 3-8. The glorious resurrection. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 15, 3 മുതൽ 8 വരെ. ശബ്ദമുയർത്തി ഷൗട്ട് ചെയ്ത് എല്ലാവരും വായിച്ചാട്ടെ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിലും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ട് തിരുവെഴുത്തിലും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടെ ഇരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. നാം കേൾക്കുന്ന ഈ നല്ല ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്: ദ ഗ്ലോറിയസ് റിസറക്ഷൻ. ദ ഗ്ലോറിയസ് റിസറക്ഷൻ, ഉന്നതമായ ഉയർപ്പ്. ശബ്ദമുയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, ഉന്നതമായ ഉയർപ്പ്. മാനവജാതിയിൽ ഒരു രാജാവിനും ഒരു പ്രധാനമന്ത്രിക്കും ഒരു പ്രസിഡന്റിനും ഒരു നേതാവിനും സംഭവിച്ചിട്ടില്ലാത്തതായ ചരിത്രപരമായ 2 കാര്യങ്ങൾ യേശു കർത്താവിൽ സംഭവിച്ചു. നമ്പർ 1, കന്യകാജനനം. കന്യകാജനനം എന്ന് പറയുന്നതായ ഒരു കാര്യം വേറെ ആരിലും സംഭവിച്ചിട്ടില്ല. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം, മത്തായി സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം. പ്രവാചകൻ ഇങ്ങനെ 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. കന്യക ജനനം വേറെ ആരിലും സംഭവിച്ചിട്ടില്ല. യേശുവിൻ്റെ ജനനം ചരിത്രമായിരുന്നു. അത് മറ്റാരിലും നടന്നിട്ടില്ല, ഇനി ഒട്ട് നടക്കാൻ പോകുന്നതുമില്ല. നമ്പർ 2, രണ്ടാമതായി സംഭവിച്ചതായ സ്തോത്രം ഔട്ട്സ്റ്റാൻഡിംഗ് ആയ, വേറെ ആരിലും നടക്കാൻ സാധ്യതയില്ലാത്തതെന്നല്ല, പകരം വേറെ ആരിലും ഒരിക്കലും നടക്കാത്തതായ കാര്യം യേശുവിൻ്റെ ഉയർപ്പാണ്. യേശുവിൻ്റെ ജനനം ഒരു അത്ഭുതമാണ്, യേശുവിൻ്റെ ഉയർപ്പും ഒരു അത്ഭുതമാണ്. അതെ, യേശു ഉയർത്തില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, എൻ്റെ പ്രസംഗവും വ്യർത്ഥം. ഒരിക്കൽ കൂടെ, ആരും സ്തോത്രം പറഞ്ഞില്ല. യേശു ഉയർത്തില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, എൻ്റെ പ്രസംഗവും വ്യർത്ഥം. സ്തോത്രം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം, ഇറ്റ്സ് എ റിസറക്ഷൻ ചാപ്റ്റർ. അതൊരു ഉയർപ്പിൻ്റെ അധ്യായം അത്രേ. 1 കൊരിന്ത്യർ 13 നമുക്കറിയാം, സ്നേഹത്തിൻ്റെ അധ്യായമാണ്. സ്നേഹമില്ലെങ്കിൽ ഒന്നുമല്ല എന്ന് പറയുന്നതായ ദൈവസ്നേഹത്തിൻ്റെ അധ്യായമാണ് 2 അധ്യായം മുൻപുള്ളതായ 1 കൊരിന്ത്യർ 13-ാം അധ്യായം. 1 കൊരിന്ത്യർ 14-ാം അധ്യായം ദ കരിസ്മാറ്റിക് ചാപ്റ്റർ, അല്ലെങ്കിൽ അന്യഭാഷയെക്കുറിച്ച്, സഭയുടെ ആത്മീയ ശുശ്രൂഷയെക്കുറിച്ച്, പ്രവചനത്തെക്കുറിച്ച്, കൃപാവരങ്ങളുടെ ഓർഡറിനെ കുറിച്ച് ഒക്കെ സഭയിൽ എങ്ങനെ അത് ഫങ്ഷൻ ചെയ്യണമെന്ന് പറയുന്ന കരിസ്മാറ്റിക് ദൈവശക്തിയുടെ സ്തോത്രം, ദൈവ സാന്നിധ്യത്തിൻ്റെ അധ്യായമാണ് 1 കൊരിന്ത്യർ 14. 1 കൊരിന്ത്യർ 13 സ്നേഹം, 1 കൊരിന്ത്യർ 14 ദൈവശക്തി, ദെൻ 1 കൊരിന്ത്യർ 15 ഇതാ ദൈവിക ഉയർപ്പ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച്, തുടർന്ന് സഭയ്ക്ക് സംഭവിക്കുന്നതായ സ്വർഗീയമായ ഉയർപ്പിനെ കുറിച്ച് സ്തോത്രം പൗലോസ് ദൈവകൃപയാൽ അതെ പ്രസ്താവിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാടെ. സോ ആരംഭ വാക്യം വായിക്കുമ്പോൾ 3-ാം വാക്യത്തിലും 4-ാം വാക്യത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് ABC എന്ന് പറയുന്ന ക്രമത്തിൽ സുവിശേഷത്തിൻ്റെ അതേ സ്തോത്രം ആരംഭ പകുതി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സുവിശേഷത്തിൻ്റെ നിർവചനം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സുവിശേഷത്തിൻ്റെ നിർവചനം അല്ലെങ്കിൽ എന്താണ് സുവിശേഷം? നല്ല വിശേഷമാണ് സുവിശേഷം. ഗുഡ് ന്യൂസ്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ന്യൂസ് എന്ന് പറഞ്ഞാൽ നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത്. നല്ല വിശേഷം. ലോകത്തിൻ്റെ എല്ലാ കോണിലേക്കും പരക്കേണ്ട നല്ല വിശേഷം. നല്ല വിശേഷം എന്ന് പറയുന്നത് കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ചു എന്നതല്ല, യുദ്ധങ്ങൾ നിന്നു എന്നല്ല, പണം കിട്ടി എന്നല്ല, വേറെ എന്തെങ്കിലും എന്നല്ല. പിന്നെ നല്ല വിശേഷം യേശുവിൻ്റെ വിശേഷം. So
സുവിശേഷത്തിൻ്റെ വാട്ട് ഈസ് ഗോസ്പൽ, എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. മേ ബി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് 30 വർഷമായി കാണും, 35 വർഷമായി കാണും. പക്ഷേ എന്താ സുവിശേഷം എന്ന് ചോദിച്ചാൽ പലരും സ്തോത്രം അത് ഇടറുന്നത് കണ്ടിട്ടുണ്ട്, അവർക്ക് വ്യക്തമായി പറയാൻ കഴിയാത്തത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് മുതൽ നിങ്ങൾ ആരുടെയും മുൻപിൽ ലജ്ജിക്കരുത്. ഒരു വ്യക്തിയാകട്ടെ, 1,00,000 പേരാകട്ടെ, വാട്ട് ഈസ് ഗോസ്പൽ, എന്താണ് സുവിശേഷം എന്ന് പറയുമ്പോൾ പറയണം, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു കർത്താവ് മരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവൻ അടക്കം ചെയ്യപ്പെട്ടു. നമ്പർ 3, 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. സോ അതാണ് സുവിശേഷം. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തിരുവചന പ്രകാരം അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതാണ് സുവിശേഷം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? വേറെ ആരും നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചില്ല, അടക്കം ചെയ്യപ്പെട്ടില്ല. അമ്മ മറിയാം നിങ്ങൾക്ക് വേണ്ടി മരിച്ചില്ല, ഒരു വിശുദ്ധന്മാരെ നിങ്ങൾക്ക് വേണ്ടി മരിച്ചില്ല, ഒരു പെന്തിക്കോസ് പാസ്റ്ററും കത്തോലിക്ക പുരോഹിതനും നിങ്ങൾക്ക് വേണ്ടി മരിച്ചില്ല. എന്നാൽ യേശു കർത്താവ് തിരുവചന പ്രകാരം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിന്മേൽ നിങ്ങൾക്ക് വേണ്ടി മരിക്കുകയുണ്ടായി. അവൻ തിരുവചന പ്രകാരം തന്നെ അവൻ അടക്കം ചെയ്യപ്പെട്ടു, തിരുവചന പ്രകാരം അവന് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, കത്തുന്ന നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ വേറെ ഒരു മാർഗവും ഇല്ല. ഒരു പള്ളിയിൽ ചേർന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ സ്വർഗത്തിലെത്തുന്നില്ല. ചർച്ച് മെമ്പർഷിപ്പ് നിന്നെ രക്ഷിക്കുന്നില്ല, സ്നാനവെള്ളം നിന്നെ രക്ഷിക്കുന്നില്ല, നിങ്ങളുടെ ദശാംശവും നിങ്ങളുടെ സ്തോത്രകാഴ്ചയും നിങ്ങളെ രക്ഷിക്കുന്നില്ല, നിങ്ങളുടെ ദൈവദാസന്മാരോടുള്ള പരിചയം നിങ്ങളെ രക്ഷിക്കുന്നില്ല. എന്നാൽ ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നു, മറ്റു ഒരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശു മാത്രമാണ്. സമാഗമന കൂടാരത്തിലേക്ക് അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രാകാരത്തിൽ കടക്കാൻ ഒരു വഴിയുണ്ട്, പ്രാകാരത്തിൽ കടപ്പാൻ ഒരു വാതിലുണ്ട്. ആ പ്രാകാരത്തിൽ കിടക്കുന്ന വാതിലിന്റെ പേരാണ് സ്തോത്രം, അതേ വഴി. വിശുദ്ധ സ്ഥലത്തേക്ക് കിടക്കാൻ രണ്ടാമത് വേറൊരു വാതിലുണ്ട്. യഹൂദ ന്യായപ്രമാണ പ്രകാരം അല്ലെങ്കിൽ പാരമ്പര്യ പ്രകാരം ആ വാതിലിന്റെ പേരാണ് സത്യം. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ കടക്കുന്നതായ ആ വാതിലിന്റെ പേരാണ് ജീവൻ. ആ വാതിൽ നോക്കിയിട്ട് ആടുകളെ വാതിലാക്കുന്നതായ കർത്താവ് ഈ പ്രകാരം പറഞ്ഞു, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാനല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. സ്തോത്രം. ഏത് കുടുംബം എന്ന് പറഞ്ഞാലോ, ഏത് സാഹചര്യം എന്ന് പറഞ്ഞാലോ, ഏത് പാരമ്പര്യം എന്ന് പറഞ്ഞാലോ ആർക്കും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുവാൻ കഴിയത്തില്ല. യേശു തിരുവചന പ്രകാരം നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു. ദൈവകൃപയാൽ സ്തോത്രം, യേശു നിങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ്. പൗലോസ് എഴുതുന്നതായ സമയത്ത് പത്രോസ് ജീവനോട് ഇരിക്കുകയാണ്. യേശു കർത്താവ് ഒറ്റ സമയത്ത് തന്നെ പ്രത്യക്ഷനായ ആ വായിച്ച വേദഭാഗം നോക്ക്. 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. 500-ലധികം സഹോദരന്മാർക്ക് വാക്യത്തിൽ 1 കൊരിന്ത്യർ 15:3-8 വരെയുള്ള വാക്യത്തിൽ സഹോദരിമാരെ കുറിച്ച് പൗലോസ് മിണ്ടുന്നേയില്ല. മദ്ദലക്കാരത്തി മറിയയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് പറയുന്നില്ല, മറ്റ് സ്ത്രീകളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് പറയുന്നില്ല. അത് അന്നത്തെ കൾച്ചറാണ്, അത് വേറൊരു ടീച്ചിങ് ആണ്, വേറൊരു പ്രസംഗമാണ്. മറ്റൊരു അവസരത്തിൽ റിസറക്ഷൻ സീരീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പറവാൻ തക്കണം കഴിയും. എന്നാൽ അന്ന് സഹോദരിമാർക്ക് വലിയ പ്രയോറിറ്റി സമൂഹത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ട് പൗലോസ് സഹോദരന്മാരുടെ നടുവിൽ കർത്താവായ യേശു പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് മാത്രം പറയുന്നു. അറ്റ് എ ടൈം, ഒരു സമയത്ത് 500 പുരുഷന്മാർ ഒരിക്കലുണ്ടായിരുന്നപ്പോൾ കുട്ടികൾ വേറെയാണ്, സഹോദരിമാർ വേറെയാണ്. സ്തോത്രം. അവരും 100-കണക്കിന് ആൾക്കൂടെ ഉണ്ടായിരിക്കാം. പക്ഷേ ഏകദേശം 500ഓളം സഹോദരന്മാർ ഒരുമിച്ച് പ്രത്യക്ഷനായപ്പോൾ ഫ്രം നോവേർ അന്തരീക്ഷത്തിൽ ഇതാ ഉയർത്ത യേശു അവിടെ മധ്യത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. സ്തോത്രം. അതെ, അവർ കണ്ട്. പൗലോസ് പറയുകയാണ്, സ്തോത്രമൽ ഭൂരിപക്ഷം പേർ, ചിലർ നിദ്ര പ്രാപിച്ചു, അർത്ഥം ചിലർ മരിച്ചു, ചിലർ അടക്കം ചെയ്യപ്പെട്ടു. ആ മരിച്ചവർ അടക്കം ചെയ്യപ്പെട്ടു. പക്ഷേ ഇന്ന് നിങ്ങൾ, പൗലോസ് എഴുതുമ്പോൾ പറയുന്നു, ഇന്ന് നിങ്ങൾ യഹൂദയിൽ പോയി നോക്കിയാൽ, ഇന്ന് നിങ്ങൾ യെരൂശലേമിൽ പോയി നോക്കിയാൽ ആ ദൃക്സാക്ഷികളെ നിങ്ങൾക്ക് ഇന്ന് കാണുവാൻ കഴിയും. അവരോട് സംസാരിച്ചു നോക്ക്, അവരെ ഇന്റർവ്യൂ ചെയ്തു നോക്ക്. അതേ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന 100-കണക്കിന് ആൾക്കാർ പറയും. അതുകൊണ്ട് യേശു അതേ ഉയർത്തെഴുന്നേറ്റു എന്നത് ഒരു ഫിക്ഷൻ അല്ല, ഒരു ഫാക്റ്റ് ആണ്. ഹല്ലേലൂയ.
ജോസീഫസ് ചരിത്രം അംഗീകരിച്ചതായ മനുഷ്യനാണല്ലോ. ജോസീഫസ് ചരിത്രം അംഗീകരിച്ചതായ ചരിത്രകാരനായ ജോസീഫസ് യേശു കർത്താവിൻ്റെ ഉയർപ്പിന് 50 വർഷങ്ങൾക്ക് ശേഷം സ്തോത്രം അതെ എഴുതിയതായ ചരിത്ര ലേഖനമാണ്, അല്ലെങ്കിൽ ചരിത്ര പുസ്തകമാണ് ദ കംപ്ലീറ്റ് വർക്ക് ഓഫ് ജോസീഫസ്. എത്ര പേർ കണ്ടിട്ടുണ്ട്? കരങ്ങൾ ഉയർത്തിയാട്ട്. ദ കംപ്ലീറ്റ് വർക്ക് ഓഫ് ജോസീഫസ്. ഞാൻ എല്ലാ കുടുംബങ്ങളോട് പറയുന്നു, സെക്കൻഡ് ബൈബിളായി നിങ്ങൾ വായിപ്പാൻ പറ്റുന്നതാണ് അതെ കംപ്ലീറ്റ് വർക്ക് ഓഫ് ജോസീഫസ്. ഓൺലൈൻ അത് അവൈലബിൾ ആണ്. ആ പുസ്തകം നിങ്ങൾ വായിച്ചു വരുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. ക്രൈസ്റ്റ്, ക്രിസ്തു എന്ന് പേരുള്ളതായ സ്തോത്രം ഒരുവൻ. ക്രിസ്തു എന്ന് പറയുന്ന അവൻ്റെ പേരല്ല, അവൻ്റെ ടൈറ്റിലാണ്. ഡോക്ടർ എന്നൊരാളിന് ഒരു ടൈറ്റിലിലൂടെ നമ്മൾ അറിയുന്നത് പോലെ, അല്ലെങ്കിൽ പ്രൊഫസർ എന്ന് പറയുന്നത് പോലെ, ക്രിസ്തു അവൻ്റെ പേരല്ല, അവൻ്റെ ടൈറ്റിലാണ്. ആ ടൈറ്റിൽ വേറെ ആർക്കും ഇല്ല. ഓ ഗ്ലോറി! ആ ടൈറ്റിൽ അവന് മാത്രമേ ഉള്ളൂ. ക്രിസ്തു എന്ന് പറഞ്ഞാൽ 1 കൊരിന്ത്യർ 1:42 ദ അനോയിന്റഡ് വൺ, ദൈവത്തിന്റെ അഭിഷിക്തൻ. അവൻ പ്രവാചകന്മാരെക്കാൾ ഉന്നതനാണ്, അവൻ പുരോഹിതന്മാരെക്കാൾ ഉന്നതനാണ്, അവൻ രാജാക്കന്മാരെക്കാൾ ഉന്നതനാണ്. പഠിക്കുന്ന ദൈവത്തിൽ ഭാഗമായി അനോയിന്റിങ്, അഭിഷേകം പലരും ചുമന്നു എങ്കിൽ സകല അഭിഷേകവും അളവില്ലാത്ത ക്രമത്തിൽ ക്രിസ്തോസ് അഥവാ ക്രൈസ്റ്റ്, ക്രിസ്തു ചുമക്കുകയുണ്ടായി. സ്തോത്രം അതെ ക്രൈസ്റ്റ്. സ്തോത്രം ജോസീഫസ് പറയുന്നു ക്രിസ്തു, നന്മ ചെയ്ത ക്രിസ്തു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത ക്രിസ്തു. സെയിം ടേം ആണ് ജോസീഫസ് ഉപയോഗിച്ചിരിക്കുന്നത്. അവരിതാ സ്തോത്രം അതെ മരിച്ചു, പക്ഷേ 3-ാം ദിവസം തന്നെ സ്നേഹിച്ച തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ അവൻ പ്രത്യക്ഷനായ അർത്ഥം ജോസീഫസ് തന്നെ പറയുന്നു അവൻ ഉയർത്തെഴുന്നേറ്റു. വേദപുസ്തകം പറയുന്നു യേശു മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ചരിത്രം പറയുന്നു സ്തോത്രം യേശു മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ആർക്കും നിഷേധിപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന്. കരങ്ങളെ ഉയർത്തി മനസ്സിലാവർ. ഹല്ലേലൂയ പറയട്ടെ. സ്തോത്രം അതെ ഈ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം മാത്രമല്ലല്ലോ യേശു ഉയർത്തു എന്ന് പറയുന്നത്. 4 സുവിശേഷങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കുവാൻ ഗുണം കഴിയും. ആ സുവിശേഷത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ആ സുവിശേഷത്തിന്റെ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോൾ അതെ യേശു കർത്താവ് മരിച്ചു, യേശു കർത്താവ് അടക്കം ചെയ്യപ്പെട്ടു, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് 4 സുവിശേഷകരും പറയുന്നു. അതെ മത്തായി എഴുതിയത് യഹൂദന്മാർക്ക് വേണ്ടിയാണ്, സ്തോത്രം മർക്കോസ് എഴുതിയത് റോമക്കാർക്ക് വേണ്ടിയാണ്, ലൂക്കോസ് എഴുതിയത് ജാതികൾക്ക് വേണ്ടിയാണ്, യോഹന്നാൻ എഴുതിയത് മുഴുവൻ ലോകത്തിന് വേണ്ടിയാണ്. ഒരിക്കൽ കൂടെ, ഇതുവരെ കേട്ടിട്ടില്ല. ആർക്ക് വേണ്ടിയാണ് മത്തായി നീ എഴുതുന്നത്? യഹൂദന്മാർക്ക് വേണ്ടിയാണ്. ഹേ ജോൺ മാർക്ക്, മർക്കോസേ, നീ പത്രോസിൽ നിന്ന് കേട്ട് ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത്? ഞാൻ എഴുതുന്നത് റോമക്കാർക്ക് വേണ്ടിയാണ്. ഹേ ഡോക്ടർ ലൂക്കോസ്, നീ ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത്? ഞാൻ എഴുതുന്നത് ജാതികൾക്ക് വേണ്ടിയാണ്. മറുപടി ചേർന്നിരുന്ന യോഹന്നാനെ, നീ ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനായ യേശു സകല ലോകത്തിന് വേണ്ടി മരിച്ചു എന്ന സന്ദേശം യോഹന്നാൻ പറയുന്നു ഞാൻ മുഴുവൻ ലോകത്തിന് വേണ്ടിയാണ് എഴുതുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആദ്യത്തെ 3 ഗോസ്പൽ നോക്കണം. ഈ ആദ്യത്തെ 3 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് സിനപ്റ്റിക് ഗോസ്പൽ. what do you mean by synoptic gospel? സ്തോത്രം, പാർശ്വ സുവിശേഷങ്ങൾ. എന്തുകൊണ്ടാണ് പാർശ്വ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്? മിക്കവാറും അവർ പറയുന്നത് ഒരേ തരത്തിലാണ് പറയുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ് പറയുന്നത് ഒരേ തരത്തിലാണ് പറയുന്നത്. എന്നാൽ യോഹന്നാൻ പറയുന്നത് വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. സുരേഷ് ബാബു, എന്താ സ്തോത്രം അതെ യോഹന്നാൻ മാത്രം വ്യത്യസ്തമായി പറയുന്നത്? ഞാനിങ്ങനെ പറയട്ടെ, ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തത്. സ്തോത്രം, ആദ്യത്തെ 3 ഗോസ്പൽ ചിഹ്നം മണ്ണിൽ നിൽക്കുമ്പോൾ യോഹന്നാന്റെ ഗോസ്പൽ സൈൻ, ഗോസ്പൽ ചിഹ്നം വാനത്തിൽ പറക്കുന്നു. മനസ്സിലായില്ല? സ്തോത്രം. എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു സ്തോത്രം 4 ചിഹ്നങ്ങൾ എസെക്കിയേൽ പ്രവചിച്ചു. യോഹന്നാൻ വെളിപ്പാടുകാരൻ അത് ആവർത്തിച്ച് പറഞ്ഞു. ഡീപ്പാണ്, മനസ്സിലാകുന്നവർ കരങ്ങളെ ചലിപ്പിച്ച്. യെസ്, ഈ ആഴ്ച ദൈവം അങ്ങനെ ഒരു ഓഫീസിലായി എന്നെ ഇരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത ആഴ്ച വെള്ളം ചേർത്ത് വരാം. സ്തോത്രം. നോക്കണമേ, ആ മത്തായിൽ അവൻ സ്തോത്രം സിംഹമുഖമാണ്, മർക്കോസിൽ അവൻ കാളമുഖമാണ്,
ലൂക്കോസിൽ അവൻ മനുഷ്യമുഖമാണ്, യോഹന്നാനിൽ അവൻ കഴുകമുഖമാണ്. താങ്ക് യു, സ്തോത്രം. ഒരിക്കൽ കൂടെ 4 മുഖങ്ങൾ എസെക്കിയേൽ കാണുകയുണ്ടായി. സിംഹമുഖം, പിന്നെ കാളമുഖം, മനുഷ്യമുഖം, കഴുകുമുഖം. വായിച്ചിട്ടുള്ള ഒരു കരങ്ങളെ ഉയർത്തിയാട്ടെ. കമാൻ കമാൻ, ഹല്ലേലൂയ. മക്കളെ, തുള്ളിച്ചാട്ടവും കയ്യടിയും ബഹളം വയ്പും അല്ല ആത്മീയം. ഈ പുസ്തകം അലമാരയിലല്ല ഇരിക്കേണ്ടത്, ഇത് നിന്റെ ഹൃദയത്തിലാണ് ഇരിക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ഈ വേദഭാഗം പറയുന്നു 4 ചിഹ്നങ്ങളാണുള്ളത്. ഒന്നാമത്തേത് സ്തോത്രം, അതെ, സിംഹമുഖം. രണ്ടാമത്തേത് കാളമുഖം. മൂന്നാമത്തേത് മനുഷ്യമുഖം. സിംഹം മണ്ണിൽ നടക്കുന്നു, കാളയും മണ്ണിൽ നിൽക്കുന്നു, മനുഷ്യനും മണ്ണിൽ നിൽക്കുന്നു. സോ മണ്ണിൽ നിന്ന് നോക്കുമ്പോൾ സ്തോത്രം നമ്മൾ കാണുന്നതായ വിധങ്ങളുണ്ട്. മണ്ണിൽ നിന്ന് നോക്കുമ്പോൾ അതേ നമ്മൾ കാണുന്നതായ കാര്യങ്ങളുണ്ട്. എന്നാൽ വാനത്തിൽ പറക്കുന്ന കഴുകൻ അങ്ങനെയല്ല കാണുന്നത്. Yes, that's why it becomes the synoptic gospel. എന്തുകൊണ്ട് പാർശ്വ സ്തോത്രം അതേ സുവിശേഷമായി തീർന്നു? മണ്ണിൽ നിൽക്കുന്നതായ സിംഹവും അതേ കാളയും മനുഷ്യനും നിന്ന് കാണുന്നത് പോലെ മത്തായും മർക്കോസും ലൂക്കോസും കണ്ടു. പക്ഷെ മാർവോട് ചേർന്നിരുന്ന യോഹന്നാൻ പറഞ്ഞു, നോ വേ, നോ വേ. ലൈബ്രറിയും സെമിനാരിയും ഗൂഗിളും പറയുന്നതല്ല, എനിക്ക് പറവാൻ വ്യത്യാസമുണ്ട്. കാരണം എൻ്റെ ഇരിപ്പ് അവൻ്റെ മാർവോട് ഞാൻ ചേർന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു, ഈ തലമുറയിലും കർത്താവിൻ്റെ മാർവോട് നിങ്ങൾ ചേർന്നിരിക്കുന്നെങ്കിൽ നിന്റെ ദൂത് വ്യത്യാസമായിരിക്കുന്നു. സുവിശേഷം പറയുന്നു, സ്തോത്രം, അത് യേശു കർത്താവ് തിരുവചന പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ്. പൗലോസ് ആ ലിസ്റ്റിൽ ആദ്യം എഴുതിയത് തൻ്റെ മുൻപിൽ യേശു പ്രത്യക്ഷനായതല്ല, പകരം പൗലോസ് അവസാനമാണ് തൻ്റെ മുൻപിൽ പ്രത്യക്ഷനായത് എഴുതിയത്. ഓ കമാൺ, ആരും മിണ്ടുന്നില്ല, ഞാൻ പോട്ടെ. ഒരിക്കൽ കൂടെ, തൻ്റെ മുൻപിൽ, ഞാൻ ചെറിയ പുള്ളിയല്ല കേട്ടോ, വേറെ ആർക്കുമില്ലാത്ത അഭിഷേകം എനിക്കാണ് ഉള്ളത് എന്ന തന്നെത്താൻ ഉയർത്തപ്പെടുന്ന പ്രൈഡ് അല്ല, സ്തോത്രം, അതേ പൗലോസ് പറഞ്ഞത്. അവസാനമാണ് തൻ്റെ കാര്യം പറഞ്ഞത്. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. മറ്റുള്ളവർക്ക് പ്രത്യക്ഷനായ കാര്യം പറഞ്ഞിട്ട്, ഹലോ സ്തോത്രം, ഉറങ്ങുന്നോ? മറ്റുള്ളവർക്ക് പ്രത്യക്ഷനായ കാര്യം അത് പറഞ്ഞിട്ട് അവസാനമാണ് തൻ്റെ മുൻപിൽ യേശു കർത്താവ് പ്രത്യക്ഷപ്പെട്ട കാര്യം പത്രോസ് പറഞ്ഞത്. പൗലോസ് പറഞ്ഞത്. പൗലോസ് ആദ്യം പറഞ്ഞത് തൻ്റെ മുൻപിൽ പ്രത്യക്ഷനായതല്ല. ആ വേദഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം കേഫാവിനും ആദ്യം പത്രോസിനെ കുറിച്ച് പറയുകയാണ്. കേഫാവ്, സ്തോത്രം, അതെ കേഫാവ്. ഗ്രീക്കിൽ വായിക്കുമ്പോൾ സീഫ, സ്തോത്രം, സീഫ അല്ലെങ്കിൽ കേഫ. തിരുവെഴുത്തിനും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്, സ്തോത്രം, കേഫാവിന് 4-ാം വാക്യം കേഫാവ്. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന കേഫ. കേഫ എന്ന് പറഞ്ഞാൽ പത്രോസ്. ഗ്രീക്കിലാണല്ലോ പുതിയ നിയമം എഴുതിയത് സീഫ. സീഫ, ഹല്ലേലൂയ. സീഫ. നമ്മൾ ജോസീഫസിനെ കുറിച്ച് കേൾക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ജോസഫ് സീഫ. ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ പറഞ്ഞാൽ ജോസഫ് പീറ്റർ എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. ജോസഫ് പീറ്റർ, ജോസീഫസ്, ജോസഫ് പീറ്റർ, നല്ല പേരാണ് സീഫ. സ്തോത്രം. സീഫ എന്ന് പറഞ്ഞാൽ സ്തോത്രം പെട്ര അഥവാ പാറക്കഷ്ണ. എപ്പോഴാണ് കർത്താവ് സ്തോത്രം ശിമോനെ പെട്രയാക്കിയത്? ശിമോനെ നോക്കി നീ സീഫ അഥവാ നീ കേഫ എന്ന അറാമ്യ ഭാഷയിൽ യേശു എന്താ എപ്പോഴാണ് വിളിച്ചത്? യേശു പറഞ്ഞത്, യേശു സംസാരിച്ചത് എബ്രായ ഭാഷയല്ല, യേശു സംസാരിച്ചത് ഗ്രീക്ക് അല്ല. മനസ്സിലാക്കുക, യേശു സംസാരിച്ചത് അരാമ്യ ഭാഷയാണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഫിലിം കണ്ടിട്ടുള്ള ഒരു കരങ്ങളെ ഉയർത്തിയാടെ. ബാക്കിയുള്ളവർ പറയുന്നു വേറെ ഒത്തിരി കാണാനുള്ളത് കൊണ്ട് അത് മാത്രം കണ്ടില്ല. സ്തോത്രം, അതെ, പാഷൻ ഓഫ് ക്രൈസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ സ്തോത്രം അതിൽ ഒറിജിനലി നിങ്ങൾ കേൾക്കുന്നതായ ഓഡിയോ, അതെ സ്തോത്രം, അറാമ്യ ഭാഷയാണ്. അതുകൊണ്ടാണ് ഗതശമനയിൽ കർത്താവ് പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് വന്ന് രക്തത്തിൽ കുതിർന്ന് നിന്ന് ഇങ്ങനെ വിളിക്കുന്നത് കേഫാ, കേഫാ. സ്തോത്രം, അറാമ്യ ഭാഷയാണ്. പൗലോസ് സ്തോത്രം, അതെ, പത്രോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മറ്റേ തള്ളി പറഞ്ഞ അവനുണ്ടല്ലോ, അവനാണ് ആദ്യം എന്നല്ല പറഞ്ഞത്. യേശു എങ്ങനെയാണോ പത്രോസിനെ പറഞ്ഞത്,
കേൾക്കണം. യേശു പത്രോസിനെ, വേറെ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, സ്തോത്രം, അതെ, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുമില്ല. യേശു പത്രോസിനെ എന്താണോ വിളിച്ചത്, യേശു പറഞ്ഞു, എടാ ചതിയാ, തള്ളിപ്പറയുന്നവനെ, തല്ലതിരിഞ്ഞവനെ. ഇതൊന്നുമല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് കേഫ. പൗലൂസ് അതേ ശബ്ദത്തിൽ പറയുന്നു കേഫ. എല്ലാ എല്ലാ മലയാളികളും സ്തോത്രം ഇത് പറഞ്ഞു പഠിക്കട്ടെ. മറ്റുള്ള സഹോദരന്മാരെ മാനിക്കാൻ മലയാളി പഠിക്കട്ടെ. മറ്റുള്ള ദൈവദാസൻ അവൻ റെജിയാണോ നാരായണനാണോ കേൾക്ക്, ഈ പുസ്തകം നിറയെ സ്നേഹമാണ്. ദൈവദാസന്മാരുടെ ശബ്ദം സ്നേഹ ശബ്ദമാകട്ടെ. എൻ്റെ ബൈബിൾ കൃത്യമായി പറയുന്നു, മത്തായി സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം, സ്തോത്രം, സഹോദരൻ നീ സാര എന്ന് പറഞ്ഞാൽ നീ അഗ്നി നരകത്തിന് യോഗ്യ. മറ്റുള്ളവനെ കലവരാൻ ആരാ നിന്നെ നിയോഗിച്ചത്? മറ്റുള്ളവരെ വിമർശിപ്പാൻ ആരാ നിന്നെ അതേ സ്തോത്രം നിയോഗിച്ച് ഏൽപ്പിച്ചത്? തിരുവചനം പറയുന്നു, സ്തോത്രം, അതെ, യേശു കർത്താവ് ആരെയും അപമാനിച്ചില്ല. സ്തോത്രം, യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലൂസും സ്തോത്രം, അതെ, കേഫാവിനെ അല്ലെങ്കിൽ പത്രോസിനെ ശിമോൻ എന്നല്ല പറയുന്നത്, പകരം ശിമോൻ എന്ന് പറയാമായിരുന്നു. പക്ഷേ എന്നിട്ട് മോൻ പറയുന്നു, ആദ്യം കേഫാവിന് പ്രത്യക്ഷനായി. സഹോദരനെ പകയ്ക്കുന്നവൻ ഇരിക്കുന്നത് ഇരുട്ടിലാണ്. എന്തൊരു ശാന്തത! സഹോദരനെ പകയ്ക്കുന്നവൻ ഇരിക്കുന്നത് ഇരുട്ടിലാണ്. ദൈവത്തെ സ്നേഹിക്കാത്തവൻ സഹോദരനെയും സ്നേഹിക്കത്തില്ല. സ്തോത്രം, സഹോദരനെ സ്നേഹിക്കുന്നവന് മാത്രമേ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. കരങ്ങളെ ഉയർത്തി സ്തോത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവസരത്തെയല്ല സ്നേഹിക്കേണ്ടത്, പ്ലാറ്റ്ഫോമിനെയല്ല സ്നേഹിക്കേണ്ടത്, മറ്റേതൊരു കാര്യത്തെയല്ല സ്നേഹിക്കേണ്ടത്. സ്തോത്രം, അതെ, നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരെയും സ്നേഹിക്കാം. തിരുവചനം പറയുന്നു, സ്തോത്രം, അതേ, മത്തായി യഹൂദന് വേണ്ടി എഴുതി, മർക്കോസ് റോമക്കാർക്ക് വേണ്ടി എഴുതി, ലൂക്കോസ് ജാതികൾക്ക് വേണ്ടി എഴുതി, യോഹന്നാൻ മുഴു ലോകത്തിന് വേണ്ടി എഴുതി. എന്താണ് എഴുതിയത്? യേശു കർത്താവ് തിരുവചന പ്രകാരം മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മഹത്വമേറിയ സ്തോത്രം, മഹനീയമായ ഉയർപ്പ് അല്ലെങ്കിൽ ഉന്നതമായ ഉയർപ്പ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, ആ ഉയർപ്പ് ഉന്നതം ആയത് അവൻ്റെ അടക്കം എന്തെന്ന് അറിയുമ്പോഴാണ്. ഒരിക്കൽ കൂടെ, അവൻ്റെ അടക്കം എന്നതെന്ന് എങ്ങനെയായിരുന്നെന്ന് അറിയുമ്പോഴാണ് അവൻ്റെ ഉയർപ്പ് എത്ര ഉന്നതം എന്ന് അറിയുന്നത്. ഒരിക്കൽ കൂടെ, അവൻ്റെ അടക്കം എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് അവൻ്റെ ഉയർപ്പ് സാധാ ഉയർപ്പല്ല, ചുമ്മാ മാർക്കറ്റിൽ കയറി ഇറങ്ങിയതുപോലെയല്ല, ചുമ്മാ ട്രാൻസിറ്റ് ഏരിയയിലൂടെ കയറി ഇറങ്ങിയതുപോലെയല്ല. സ്തോത്രം, അവൻ്റെ അടക്കം എങ്ങനെയെന്ന് അറിയുമ്പോഴാണ് അവൻ്റെ ഉയർപ്പ് സാധാരണമല്ല, ഉന്നതം എന്ന് അറിയുന്നത്. ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കട്ടെ, എത്ര വലിയ ശത്രുവാണോ നിന്റെ മുൻപിലുള്ളത്, അത്ര വലിയ വിടുതലായിരിക്കും നിന്റെ ലൈഫിൽ വെളിപ്പെടുന്നത്. എത്ര വലിയ വെല്ലുവിളിയാണോ നിനക്കുള്ളത്, അത്ര ഉന്നതമായ സാക്ഷ്യമായിരിക്കും നിന്നിലൂടെ പുറപ്പെടുവാൻ പോകുന്നത്. Oh, come on, I sense the presence of God. Hallelujah. Come on, people. എത്ര വലിയ പ്രതികൂലവും പ്രതിസന്ധിയുമായിലൂടെയാണോ നീ കടന്നു പോകുന്നത്, അത്ര വലിയ ദൈവ പ്രവൃത്തിയായിരിക്കും നീ കാണുവാൻ പോകുന്നത്. ഹല്ലേലൂയ. ഉഴപ്പി കൈയടിക്കാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവകൃപയാൽ അവരെ മനസ്സാക്ഷിയെ ഉണർത്തുവാൻ ഞാൻ വീണ്ടും പറയട്ടെ, നിന്റെ ശത്രു എത്ര ഉന്നതനാണോ അത്ര വലിയ വിടുതലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിന്റെ വെല്ലുവിളി എത്ര വലിയ ശക്തമാണോ അത്ര വലിയ സാക്ഷ്യമായിരിക്കും നിന്നിൽ നിന്ന് ഉയരുവാൻ പോകുന്നത്. എത്ര വലിയ പ്രതിസന്ധിയും പ്രതികൂലത്തിലൂടെയാണ് നീ കടന്നു പോകുന്നത്, അത്ര വലിയ ദൈവ പ്രവൃത്തിയാണ് നീ കാണുവാൻ വേണ്ടി പോകുന്നത്.
അവൻ്റെ അടക്കം എത്ര ഭയങ്കരമായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ ഉയർപ്പിനെ ഒരു സാധാരണകാരമാക്കാതെ ഉന്നതമായ ഉയർപ്പായി അത്യുന്നതനാക്കി തീർത്തത്. ഉന്നതമായ ഉയർപ്പാക്കി അത്യുന്നതനാക്കി തീർത്തത്. ഹേ ഹേ, നിന്റെ ഹൃദയ കണ്ണ് തുറന്നാൽ ഇന്ന് പകൽക്കാലം ഈ ദൂത് ഇപ്പോൾ കേൾക്കുന്നവരാകട്ടെ, അടുത്ത ദിവസങ്ങൾ കേൾക്കുന്നവരാകട്ടെ, ഒരു ഉന്നതന്റെ കരസ്പർശനം ഈ അന്തരീക്ഷത്തിൽ, ഒരു ഉന്നതന്റെ കരസ്പർശനം ഈ അന്തരീക്ഷത്തിൽ ചലിക്കുന്നത് ഇന്ന് പകൽ നീ കാണുവാൻ പോകുന്നു, അനുഭവിപ്പാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വലിയ സ്തോത്രം! അതെ, ഭയങ്കരമായ അടക്കമായിരുന്നു. അതുകൊണ്ടാണ് ആ ഉയർപ്പ് ഉന്നതമായി തീർന്നത്. രണ്ട് വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 38 മുതൽ താഴേക്കുള്ളതായ സ്തോത്രം വചനങ്ങൾ. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 38 മുതൽ താഴേക്കുള്ളതായ വചനങ്ങൾ വായിക്കുമ്പോൾ തിരുവചനം പറയുന്നു, അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായ അരിമത്ഥ്യയിലെ യോസേഫ് യേശുവിൻ്റെ ശരീരം എടുത്തു കൊണ്ടുപോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കയിൽ അവൻ വന്ന് അവന്റെ ശരീരം എടുത്തു. അടുത്ത വാക്യം ശബ്ദമുയർത്തി വാചാട്. ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് നിക്കോദിമോസും, come on, raise your voice, ഏകദേശം 100 റാത്തൽ 3 അകിലം കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. 40-ാം വാക്യം, അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം, കേൾക്ക്, അവർ യേശുവിൻ്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടു കൂടെ ശീല പൊതിഞ്ഞ് കെട്ടി അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും, ആ തോട്ടത്തിൽ മുമ്പേ ആരും വച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപം ആകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വച്ചു. മനസ്സിലായവരെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. വീണ്ടും ലൂക്കോസ് വിശേഷം 23-ാം അധ്യായം 50-51 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടേക്കും തിരുവചനം പറയുന്നു. ലൂക്കോസ് 23:50-51 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ അടക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഡോക്ടർ ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ് പറയുന്നത് കാണുവാൻ കഴിയും. ലൂക്കോസ് വിശേഷം 23-ാം അധ്യായം 50-51 വാക്യങ്ങൾ. ലൂക്കോസ് 23:50-51 വായിക്കുമ്പോൾ സ്തോത്രം, അതെ, അരിമത്ഥ്യ എന്നൊരു യഹൂദ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസെഫ് എന്നൊരു മന്ത്രി. 51-ാം വാക്യം, അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും അനുകൂലം അല്ലായിരുന്നു. കേൾക്ക്. ഇവിടെ ഇപ്പൊ കേൾക്കുന്നവർ കരങ്ങൾ വന്ന് ചലിപ്പിച്ചാണ്. ഹല്ലേലൂയ. കർത്താവ് യേശുവിന്റെ അടക്കത്തെക്കുറിച്ച് തിരുവചനം പറയുകയാണ്. അപ്പോൾ അവന്റെ പരസ്യ ശിഷ്യന്മാർ ഓടിപ്പോയി. പരസ്യ ശിഷ്യന്മാർ യേശു കർത്താവിനോട് കൂടെ നിന്നില്ല. കാരണം ഭയപ്പെട്ടു. സാഹചര്യം അതായിരുന്നു. സ്തോത്രം. സാഹചര്യം എന്ന് പറഞ്ഞാൽ സ്തോത്രം അയ്യാതെ യേശു കർത്താവിന് മേൽ അടിച്ചേൽപ്പിച്ചിരുന്നതായ കുറ്റം രാജ്യദ്രോഹമാണ്. ഹലോ, യേശു കർത്താവിന് മേൽ അടിച്ചേൽപ്പിച്ചതായ കുറ്റം രാജ്യദ്രോഹമാണ്. കാരണം അതുകൊണ്ടാണ് സ്തോത്രം യഹൂദൻ മതാനുസാരികൾ പലപ്പോഴും സ്തോത്രം അതെ അവനെ നോക്കി പിലാത്തോസിന് മുൻപിൽ ഇങ്ങനെ പറഞ്ഞത്, ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞു. ഇവൻ കൈസറല്ല രാജാവ്, യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞു. മീനിങ് റോമ സാമ്രാജ്യത്തെ ഇവൻ നിരാകരിച്ചു, റോമ സാമ്രാജ്യത്തെ ഇവൻ വെല്ലുവിളിച്ചു. അതുകൊണ്ടാണ് ക്രൂശിൽ അവർ സ്തോത്രം ഒരു എഴുത്ത് എഴുതി ആ ക്രൂശിന് മുകളിൽ 3 ഭാഷയിൽ വെച്ചത്. ഒരു ഭാഷയിലല്ല, 3 ഭാഷയിൽ വെച്ചത്. ഇവൻ യഹൂദന്മാരുടെ രാജാവ്, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ഏത് ഭാഷയിൽ? കന്നഡയിൽ, തമിഴിൽ, മലയാളത്തിലല്ല. സ്തോത്രം 3 ഭാഷയിൽ. 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ പ്രോമിനൻ്റായ പ്രധാനപ്പെട്ട അന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നതായ ഭാഷകളൊന്നായ സ്തോത്രം അതെ ലാറ്റിൻ
ലാറ്റിൻ റോമ ഭാഷയിൽ, ലാറ്റിൻ ഭാഷയിൽ 2 ബുദ്ധിജീവികളാകുന്ന സ്തോത്രം അതെ ഗ്രീക്ക് ഭാഷയിൽ, നമ്പർ 3 എബ്രായ ഭാഷയിൽ. സ്തോത്രം എബ്രായ ഭാഷയിൽ അത് എഴുതി, 2 ഗ്രീക്ക് ഭാഷയിൽ അത് എഴുതി, 3 ലാറ്റിനിൽ അത് എഴുതി. ബ്രദർ സുരേഷ് ബാബു, എന്തുകൊണ്ടാണ് 3 ഭാഷയിൽ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതി അവന്റെ ക്രൂശിന്മേൽ വച്ചത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ലോബികൾ തിന്മയ്ക്കായി എഴുതി ദൈവമത നന്മയ്ക്കാക്കി തീർത്തു. ഇന്നും സ്തോത്രം പെന്തിക്കോസ്ത് മഞ്ഞപ്പത്രക്കാരനായ ലോബികൾ തിന്മയ്ക്കായി എഴുതുമ്പോൾ ദൈവം നന്മയ്ക്കാക്കി തീർക്കുന്നു. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, സ്തോത്രം അതെ ഗ്രീക്കിൽ എഴുതിയത് അവൻ ജ്ഞാനികളുടെ രാജാവ്, എബ്രായ ഭാഷയിൽ എഴുതിയത് അവൻ യഹൂദന്മാരുടെ രാജാവ്. സ്തോത്രം അതെ ലാറ്റിൻ ഭാഷയിൽ എഴുതിയത് അവൻ സ്തോത്രം അതെ റോമക്കാരുടെ രാജാവ്. ജാതികൾക്ക് അവൻ രാജാവാണ്, ബുദ്ധിജീവികൾക്ക് അവൻ രാജാവാണ്, അബ്രഹാമിന്റെ സന്തതിയാകുന്ന യഹൂദന്മാർക്ക് രാജാവാണ്. ഞാൻ പ്രസംഗിക്കുന്ന യേശു, നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് ഏതോ പ്രാദേശിക ഭാഷയിൽ ഒതുങ്ങുന്നവൻ അല്ല. സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. അവൻ അതിരുകൾ ഇല്ലാത്തവനാണ്, അവൻ അതിർത്തികൾ ഇല്ലാത്തവനാണ്. രാജാക്കന്മാർ ലോകത്തിലുണ്ടായിരിക്കാം, പക്ഷേ ഇന്ന് പകൽക്കാലം നാം ആരാധിക്കുന്നവൻ അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. 1 തീമോഥെയോസ് 6:16, വെളിപ്പാട് 17:14, സ്തോത്രം അതെ വെളിപ്പാട് 19:16 ആവർത്തിച്ച് വേദപുസ്തകം പറയുന്നു അവൻ രാജാതി രാജാവ്, അവൻ കർത്താതി കർത്താവ്. 3 ഭാഷകൾ എഴുതി അവന്റെ ക്രൂശിന് മുകളിൽ അവർ തൂക്കി. ദൂതിതാണ് നിങ്ങൾക്കെതിരെ തിന്മയായി സ്തോത്രം ആരെങ്കിലും എഴുതിയെങ്കിൽ, അന്നത്തെ മീഡിയ എഴുതി അവനെ കളിയാക്കി, നിങ്ങൾക്കെതിരെ ഏതെങ്കിലും വ്യക്തികൾ കളിയാക്കിയെങ്കിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് അവർ തിന്മ ചെയ്തത് ഈ നാടുകളിൽ ദൈവം പരസ്യമായി നന്മയ്ക്കാക്കി ദൈവം തീർക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം God is in control. യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. യഹൂദന്മാരുടെ രാജാവ്. പിന്നത്തേതിൽ പീലാത്തോസിന്റെ അടുക്കൽ വന്ന് കയ്യഫാവ് ഇങ്ങനെ പറഞ്ഞു, യഹൂദന്മാരുടെ രാജാവെന്ന് ക്ലെയിം ചെയ്തവൻ അത്രേ, യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞവനത്ര. പക്ഷെ പീലാത്തോസ് പറഞ്ഞു, നോ 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 നോ, എഴുതിയത് എഴുതി. പക്ഷെ രാജ്യദ്രോഹ കുറ്റം ചുമന്ന് യേശുവിധ ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ തൂങ്ങി നിൽക്കുകയാണ്. സ്തോത്രം കേൾക്ക്. രാജ്യദ്രോഹ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് റോമൻ സാമ്രാജ്യത്തിന്റെ സിസ്റ്റം അനുസരിച്ച് ആ ബോഡിയെ, ആ വ്യക്തിയെ അടക്കാൻ പാടില്ല. Let me repeat one more time. ഇതുവരെ കേട്ടിട്ടില്ല. രാജ്യദ്രോഹ കുറ്റം സ്തോത്രം നിമിത്തം റോമ സാമ്രാജ്യത്തെ ആരെങ്കിലും വെല്ലുവിളിച്ചാൽ, കൈസറല്ല രാജാവ്, ഞാനാണ് രാജാവ് എന്നവർ പറയുന്നത് പോലെ യേശു കർത്താവ് പറഞ്ഞു പോലും, കൈസറിനെ നിങ്ങൾ നിഷേധിക്കണമെന്ന് യേശു പറഞ്ഞു പോലും കള്ളമല്ല, അത് പച്ചക്കള്ളമാണ്. അങ്ങനെ പറഞ്ഞാൽ അവനെ ക്രൂശിച്ചു കഴിഞ്ഞാൽ അവനെ ഒരിക്കലും സ്തോത്രം അടക്കം ചെയ്യാൻ പാടില്ല. സോ പീലാത്തോസ് വിചാരിച്ചത് ഇവനെ അടക്കം ചെയ്യാൻ പാടില്ല. ഓ സ്തോത്രം, അടക്കം ചെയ്യുന്നില്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം, സ്തോത്രം രാജ്യദ്രോഹ കുറ്റം നിമിത്തം ക്രൂശിക്കപ്പെട്ടവന്റെ ശരീരം ദിവസങ്ങളല്ല, ചിലപ്പോൾ ഒരാഴ്ചയിലധികം, ഈവൻ അധികമായി ക്രൂശിൽ തന്നെ തുടരും. ക്രൂശിൽ ആ സ്തോത്രം ശരീരം അഴുകും, അത് ദ്രവിക്കും, അത് നാറും. അവസാനം ആ മാംസം ഭയങ്കരമായി അഴുകി നിലത്ത് വീഴും. പക്ഷികൾ പറന്നുവന്ന് 100 കണക്കിന് പക്ഷികൾ ആ പ്രദേശത്ത് സ്തോത്രം തമ്പിടിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില ശരീരങ്ങൾ ഞങ്ങൾക്ക് കൊത്തി തിന്നാം. ആ പ്രദേശത്തെല്ലാം നിങ്ങൾ ആ ക്രൂശീകരണം നടക്കുമ്പോൾ ഒന്ന് പോയിരുന്നെങ്കിൽ കാണാമായിരുന്നു പല പക്ഷികൾ ഇങ്ങനെ സ്തോത്രം ചുറ്റിപ്പറന്ന് നടക്കുന്നത്. ആ പക്ഷികളെ വായിൽ വെള്ളം ഊറിയിട്ട് പറയും, വേണ്ട 3 ബോഡി പൊങ്ങിയിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് സ്തോത്രം ക്രൂശിലിങ്ങനെ റിമെയിൻ ചെയ്താൽ, ഏതെങ്കിലും ഒന്ന് ക്രൂശിലിങ്ങനെ തുടർന്നാൽ നമുക്ക് നല്ലൊരു കുശാൽ ഭക്ഷണമായി, നമുക്ക് നല്ലൊരു വിരുന്നായി എന്ന് പറഞ്ഞ പക്ഷികൾ ഇങ്ങനെ ചുറ്റി നടക്കുന്ന. ഞാൻ ഇങ്ങനെ പറയട്ടെ, പറവകൾ എന്ന് തിരുവചനത്തിൽ എവിടെ പറയുന്നു? റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നെന്ന് ഉൽപ്പത്തി 15 അബ്രഹാം പറയുകയാണ്. റാഞ്ചൻ പക്ഷികൾ മീനിങ് പക്ഷികൾ എന്ന് പറയുന്നത് ദുരാത്മാവാണ്. മേ ബി ഇങ്ങനെയായിരിക്കാം ലൂസിഫർ പറഞ്ഞു കാണാം, ഹേ ഹേ വാക്ഷകളെ, അധികാരങ്ങളെ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളെ, വാ 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 വാ, ഒരു നല്ല ഭക്ഷണം തരാം. യോർദാന്റെ കരയിൽ അവൻ അഭിഷേകം അവൻ്റെ മേലെ ഇറങ്ങിയത് തുടങ്ങി. നമുക്ക് തലവേദന തന്നതാണ്.
നമ്മുടെ രാജ്യത്തിനവൻ ഭയങ്കര തലവേദനയാണ്. നമ്മുടെ രാജ്യത്തിനവൻ ഭയങ്കര തലവേദനയാണ്. ഞാൻ നിങ്ങൾ ചിലരെ നോക്കി പറയട്ടെ, എല്ലാവർക്കും ഉള്ള ദൂതല്ല. ചിലർക്ക് നിങ്ങൾ സാത്താന്യ രാജ്യത്തിന് ഭയങ്കര തലവേദനയാകാൻ പോവാ. ഒരു പേടിത്തൊണ്ടൻ ദൈവദാസൻ എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഞാൻ ഇപ്പൊ ഭൂതത്തെ ശാസിക്കാറില്ല, ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോകുന്നത്. ഞാൻ ഭൂതത്തെ ശാസിച്ചിട്ട് വീട്ടിൽ വന്ന ഭാര്യ എനിക്കിട്ട് ശാസിക്കും. അതുകൊണ്ട് ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റ്. എടോ തുമ്മിയാ പോകുന്ന മൂക്കാണ് പോട്ടടോ. In the name of Jesus. ഒരേ ഒരു ജീവിതം. In the name of Jesus. ഇന്ന് ഡിഫൻസിൽ നിന്ന് ഓഫൻസിലേക്ക് സഭ കടന്നു വരട്ടെ. എൻ്റെ ജീവിതം കൊണ്ട് ദേശാധിപതിയുടെ ഉറക്കം നഷ്ടപ്പെടണം. എൻ്റെ ശുശ്രൂഷ കൊണ്ട് അവന്റെ കോട്ടക്കൊത്തളങ്ങളും ആയുധപുരകളും തകരണം. ഞാനൊരു സൺഡേ ക്രിസ്ത്യാനിയല്ല, ഞാൻ അവന്റെ കയ്യിലെ വെൺമഴുവാണ്. ഞാനൊരു സ്പെഷ്യൽ വെപ്പണാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ചിലരുടെ മേൽ അഗ്നിമേഘത്തൂണുകൾ ഇറങ്ങിയ, ചിലരുടെ മേൽ അഗ്നിമേഘത്തൂണുകൾ ഈ 31-ാം തീയതി ഇറങ്ങി വരികയാണ്. നിങ്ങൾ ചിലരെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ എന്നും ജീവിക്കുന്നത് അധികം പോരാട്ടത്തിലാണ്. കാര്യം എന്തെന്നറിയോ? അത്രയും ലൂസിഫറും കുട്ടിച്ചാത്തന്മാരും നിന്നെ കണ്ട് ഭയപ്പെടുന്നുണ്ട്. പ്രഭു ജലാഖാദനറിയാക്ഷ. Come on, talk to me. ശക്തിയോടെ അഗ്നിയഭിഷേകത്തിൽ, അഗ്നിയഭിഷേകത്തിൽ, അഗ്നിയഭിഷേകത്തിൽ ശബ്ദമുയർത്തി എത്ര അഭിഷിക്തർ ഈ സെക്കൻഡ് സർവീസിൽ വന്നിട്ടുണ്ട്? അഭിഷിക്തർ മാത്രം കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ടെ. ദശാംശം കൊടുത്തവരും സ്വന്തക്കാഴ്ച ഇട്ടവരും ബിൽഡിംഗ് ഫണ്ട് കൊടുത്തവരുമല്ല. ഞാൻ ചോദിക്കുന്നത് those who carry the presence of God, ദൈവത്തിന്റെ അഭിഷേകം ചുമക്കുന്നവരുടെ കരങ്ങളൊന്ന് കാണട്ടെ. ഈ കരങ്ങളിൽ വിടുതലുണ്ട്. ഈ കരങ്ങളിൽ മരിച്ചവർ എഴുന്നേൽക്കും. ഈ കരം വയ്ക്കുമ്പോൾ ക്യാൻസറുകൾ അപ്രത്യക്ഷമാകും. ഈ കൈ വയ്ക്കുമ്പോൾ കുരുട്ട് കണ്ണുകൾ തുറക്കും. ഈ കരങ്ങൾ വയ്ക്കുമ്പോൾ മുടന്തൻ എഴുന്നേറ്റ് നടക്കും. ഈ കരങ്ങൾ ഉയർത്തുവർ അധരം തുറക്കുമ്പോൾ ഇതുവരെ സഭ കേട്ടിട്ടില്ലാത്ത ദൂതുകൾ, പ്രവചനങ്ങൾ വെളിപ്പെടും. നീ ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ ആയുധമാണ്. Come on, ശബ്ദം ഉയർത്തി ആരാധിക്കുക. അതുകൊണ്ട് അത് തലങ്ങും വിലമയും ചെകുത്താൻ നിനക്കിട്ട് പണിയുന്നത്. ചർച്ചിനകത്തുനിന്ന്, ചർച്ചിന് പുറത്തുനിന്ന്, വീട്ടിനകത്തുനിന്ന്, സമ്പത്തില്, ആരോഗ്യത്തില്, ശരീരത്തില്, സാഹചര്യത്തില് ഒക്കെ നിനക്കിട്ട് ആക്രമണം വരുന്നത് അവന് നിന്നെ ഭയങ്കര പേടിയാ. പക്ഷേ അഭിഷേകം മുഖങ്ങളെ തകർക്കാൻ. കൈയടിക്കുന്നെങ്കിൽ നേരെ കൈയടിക്ക. സാമ്രാജ്യം
ചോദ്യം പറഞ്ഞു. അവൻ്റെ ബോഡി വിട്ടുകൊടുക്കത്തില്ല. അവൻ ദാരിദ്ര്യ, അവൻ രാജ്യദ്രോഹ കുറ്റം, അവൻ അഴുകട്ടെ, അവൻ ദ്രവിക്കട്ടെ, അവൻ നാറട്ടെ, അവനൊരു നാറ്റ കേസാകട്ടെ. സാത്താൻ പറഞ്ഞു വാ, അവനെ കൊത്തി വിഴുങ്ങാം. നാറ്റ കേസാകുമ്പോൾ അവൻ്റെ ബോഡിയെ നമുക്ക് കൊത്തി വിഴുങ്ങാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഉറങ്ങാതെ ഈ ദൂതെടുക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത്, ശത്രുവിൻ്റെ ആശയെ ഞാൻ ക്യാൻസൽ ചെയ്യും. എനിക്കൊരു ഉപകാരം ചെയ്യോ? ഒരു 5 പേരുടെ തോളത്ത് തൊട്ട് അവരുടെ കണ്ണിൽ തുറിച്ചു നോക്കി പറ, ശത്രുവിൻ്റെ ആഗ്രഹം നിങ്ങളിൽ നടക്കത്തില്ല. പറഞ്ഞേ, പറ, പ്രവചിച്ചു പറ. ശത്രുവിൻ ചെറുതിലും വലുതിലും ഒക്കെ പറ, ശത്രുവിൻ്റെ ആഗ്രഹം നിന്നിൽ നടക്കത്തില്ല. ശത്രുവിൻ്റെ ആഗ്രഹം നിന്നിൽ നടക്കത്തില്ല. ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന പകല്, ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാന പകൽ തുറന്ന സ്വർഗത്തിൽ നിന്ന് തണ്ടറിംഗ് വോയിസായി ഇടിനാദം പോലെ ദൈവത്തിൻ്റെ ശബ്ദം നിന്റെ മേൽ ഇറങ്ങി വരുന്നു. നിന്റെ മേൽ, നിന്റെ കുഞ്ഞുങ്ങളെ മേൽ, നിന്റെ കരിയറിന്റെ മേൽ, നിന്റെ ഭാവിയുടെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ ശത്രുവിന്റെ ആഗ്രഹം നടക്കത്തില്ല. പകരം ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ അഭിലാഷം, ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പ്രവചനം മാത്രമേ നടക്കത്തുള്ളൂ. Come on, respond to me. Come on. Yes. Come on. Yes. Hallelujah. Yes. ഇന്ന് പകൽ ഒത്തിരി കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യുക. ഇന്ന് പകൽ പലത് കർത്താവ് റദ്ദ് ചെയ്യുക. ഈ ദൂതന്റെ മുൻപിൽ എല്ലാ നെഗറ്റിവിറ്റിയെ സ്വർഗം ക്യാൻസൽ ചെയ്യുക. ശത്രുവിന്റെ ആഗ്രഹങ്ങൾ ദൈവം എന്നേക്കുമായി, as long as we live, നീ ജീവിക്കുന്ന അവസാന സെക്കൻഡ് വരെയുള്ള കാര്യം, എല്ലാ തിന്മകളെ ഇന്ന് പകൽ കർത്താവ് എല്ലാ മക്കളും കൈയടിച്ചിരുന്നേ. Come on people, come on. Yes. Yes. Let me prophesy in Jesus' name. Yes. Hey. കുറെ ആമേൻ പറഞ്ഞ് കാത്തിരിക്കണേ, കുറെ ആമേൻ പറഞ്ഞ് ചേർന്നിരിക്കണേ. ഇന്ന് പകൽ ഈ പ്രസംഗമല്ല, ഒരു ഭയങ്കര വിടുതൽ, ഒരു വലിയ വിടുതൽ ജീവിതങ്ങളുടെ മേൽ കർത്താവ് പകരുകയാണ്. Come on. ആക്സിഡന്റുകൾ ക്യാൻസൽ ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ആമേന് ശക്തിയില്ല. ആക്സിഡന്റുകൾ ക്യാൻസൽ ചെയ്യുന്നു. കീമോതെറാപ്പി ക്യാൻസൽ ചെയ്യുന്നു. പോസ്റ്റ്മോർട്ടം ക്യാൻസൽ ചെയ്യുന്നു. മുറവിളികൾ, നിലവിളികൾ ക്യാൻസൽ ചെയ്യുന്നു. വന്ധ്യതകൾ ക്യാൻസൽ ചെയ്യുന്നു. കേസുകൾ ക്യാൻസൽ ചെയ്യുന്നു.
ബാക്കി നിങ്ങൾ പറ, ഞാൻ നിങ്ങളോട് എഗ്രി ചെയ്യാം. ബാക്കി നിങ്ങൾ പറ, എന്തൊക്കെയാണ് ജീവിതത്തിൽ, തലമുറയിൽ, കുടുംബത്തിൽ ക്യാൻസൽ ചെയ്യേണ്ട ബാക്കി. Come on, raise your prophetic voice. നിന്റെ പ്രവചന ശബ്ദം ഒന്ന് ഉയർത്തിയാട്ടെ. ഒരു 2-3 മിനിറ്റ് രണ്ടുപേർ ഐക്യമെത്തപ്പെട്ടാൽ yes, I agree with you. Come on, ശബ്ദം ഉയർത്തി. ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെ തന്നെ കർത്താവേ, അങ്ങനെ തന്നെ വാ തുറന്ന് പറ. ആ നാറ്റത്തെ ക്യാൻസൽ ചെയ്യുന്നു. യെസ് 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 യെസ്. Come on, come on. ചുമ്മാ അന്യഭാഷ പറയാതെ ക്യാൻസൽ ചെയ്യ്. വാ തുറന്ന് confess it, command it, command it, command it in Jesus name. ക്രൂശും ചുമപ്പിച്ച് അവനെ നടത്തുക. വീണ്ടും എഴുന്നേറ്റും വീണ്ടും എഴുന്നേറ്റും കുറച്ച് ദൂരം ക്രൂശുമായി നടന്നു, വീണ്ടും വീണു, വീണ്ടും നടന്നു, വീണ്ടും വീണു, വീണ്ടും നടന്നു, വീണ്ടും വീണു. പടയാളികൾ തമ്മിൽ പറഞ്ഞാണ്, ഇത് ക്രൂശിൽ തന്നെ ഇരിക്കും, ഇത് നാളെ മുതൽ നാറും, ഇത് നാറ്റ കേസാണ്. ഈ പോകുന്ന ഇതുണ്ടല്ലോ നാറ്റക്കേസാ. നിന്നെക്കുറിച്ച് എന്നെക്കുറിച്ചും പലരും ഇതല്ലേ പറഞ്ഞേ. പക്ഷെ ഇത് തിയറി അല്ല. ഇത് ജീവിതമാർഗമല്ല, ഇത് സൺഡേ പിരിവല്ല, ഇത് ജീവിതമുള്ള, ഇത് ജീവിക്കാനുള്ളതാണ്. ക്രൂശിൽ കിടക്കും, നാറും, പറവകൾ വന്ന് കൊത്തി തിന്നും. ആഴിക്ക് വീഴുമ്പോൾ, റോമാ സമ്പ്രദായം ഞാനിങ്ങനെയാണ് കണ്ടത്, ആഴിക്ക് വീഴുമ്പോൾ ഒത്തിരി നായ്ക്കൾ വന്ന് ഈ ആഴിക്ക് നിലത്ത് കിടക്കുന്നത് തിന്നും. പിന്നെ സ്കെലിറ്റനാകും, അസ്ഥിപഞ്ജരമാകും. അസ്ഥിപഞ്ജരമാകുമ്പോൾ സൗത്ത് ജെറുസലേമിൽ, യെരുശലേമിൻ്റെ തെക്കേ ഭാഗത്തൊരു താഴ്വരയുണ്ട്. യെരുശലേം പട്ടണത്തിൽ 3 താഴ്വരയാണുള്ളത്. തെക്ക് ഭാഗത്തൊരു താഴ്വരയുണ്ട്, അതിൻ്റെ പേരാണ് ഗഹന. എത്ര പേർ കേട്ടിട്ടുണ്ട് ഗഹന? മത്തായി 5:22. ഗഹന യേശു തന്നെ പരിചയപ്പെടുത്തി. ഗഹന, അവിടെ ആര് പോകുന്നു പറയാം? സഹോദരനെ നിസ്സാര. പറഞ്ഞിരുന്നവ ആൻറ്റി കണ്ണു തുറന്നു. സഹോദരനെ നിസ്സാര എന്ന് ഏതവൻ പറയൂ, അവിടെ പോവും. ഗഹന അത് നരകത്തിൻ്റെ ഒരു കമ്പാർട്ട്മെൻ്റാണ്. അവ ആരേ എന്ന് ചോദിച്ചാൽ മതി, തീർന്നു. സഹോദരനെ നിസ്സാര എന്ന് പറയുന്നവൻ ഗഹനയിൽ കിടക്കും. സ്തോത്രം. ആ ഗഹന എന്ന് പറയുന്ന ആ സ്ഥലത്ത് 24 മണിക്കൂറും തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. രാജ്യദ്രോഹ കുറ്റം ചെയ്തവൻ്റെ അസ്ഥികൾ, മൃഗങ്ങളുടെ മൃതശരീരങ്ങൾ, ശവം, മൃഗങ്ങളുടെ ശവം ഒക്കെ ആ താഴ്വരയിൽ വലിച്ചെറിഞ്ഞ് ഭയങ്കര നാറ്റം ഇങ്ങനെ പൊങ്ങും. പക്ഷേ കാറ്റ് എതിർ ദിശയിൽ നിന്ന് അടിക്കുന്നത് കൊണ്ട് പട്ടണത്തിനകത്ത് ആ നാറ്റം വരത്തില്ല. പട്ടണത്തിന് പുറത്തേക്ക് അങ്ങ് യഹൂദ മരുഭൂമിയുടെ ആ സൈഡിലേക്ക് ആ നാറ്റം അങ്ങ് പോകത്തുള്ളൂ. സോ അതുകൊണ്ട് ശല്യമില്ല. സത്താൻ പറഞ്ഞു, അവൻ്റെ അസ്ഥിയെയും നമുക്ക് ആ താഴ്വരയിലിട്ട് ഏരിക്കണം. Ladies and gentlemen, with the fullness of the Holy Spirit, let me tell you in Jesus' name, every mocking party cancelled. Every mocking party. എല്ലാ പരിഹാസ പാർട്ടികളെ കർത്താവ് ഇന്ന് പകൽ പിരിച്ചുവിടുകയാണ്. ഈ ദൂതിൻ്റെ മണ്ഡലം തൊടുന്നത് ഈ മാസങ്ങളിൽ മാത്രമല്ല, അടുത്ത വർഷങ്ങളിലും അടുത്ത വർഷങ്ങളിലും അടുത്ത വർഷങ്ങളിലും അടുത്ത വർഷങ്ങളിലും ഇതിങ്ങനെ വ്യാപിച്ചിട്ടിരിക്കും. ഐ എം സീയിങ് എ പ്രൊഫറ്റിക് പിക്ചർ.
ഒരു പെർഫെക്റ്റ് പിക്ചർ ഞാൻ വിളിച്ചു പറയട്ടെ. ഈ ദൂത് ചിലരുടെ ജീവിതത്തിൽ ശാന്തമായി കിടക്കുന്ന ഒരു കുളത്തിൽ ഒരു കല്ല് വീഴുന്നത് പോലെയാണ്. Yes, do it, oh God. Full control. Oh, Rokobosha. ഒരു കുളത്തിൽ ഒരു കല്ല് വീണിട്ട് ഒരു ഓളം ഇങ്ങനെ ഉളവാകുന്നത് പോലെ ആ ഓളം ഇതാ നിന്നിലേക്ക് അടുത്ത നാളുകളിൽ, അടുത്ത ആഴ്ചകളിൽ, അടുത്ത മാസങ്ങളിൽ, അടുത്ത വർഷങ്ങളിൽ അതിൻ്റെ അടുത്ത വർഷങ്ങളിൽ നിനക്കെതിരെ പിശാച് പിണഞ്ഞു വച്ചിരിക്കുന്ന സകല പരിഹാസ പാർട്ടികളെ രാജാതി രാജാവ് കർത്താതി കർത്താവ് അവർ ക്യാൻസൽ ചെയ്യുന്നു. അങ്ങളെ എനിക്ക് നേരെ ശത്രുതന്ത്രം മെനയുമ്പോൾ, എനിക്ക് നേരെ പ്രതിസന്ധി കടന്നു വരുമ്പോൾ ദൈവം ആരിലൂടെ എങ്ങനെയാ ദൈവം പ്രവർത്തിക്കുന്നത്? മകളെ, ഇതാണ് എനിക്കുള്ള പ്രവചനം. സ്തോത്രം. ഏത് കോഴിയെയും അപ്പച്ചന് ഉപയോഗിക്കാൻ പറ്റും. ഏത് കഴുതയിലും അവന് തൂതു കൊടുക്കാൻ പറ്റും. ഏത് കാക്കയ്ക്കും ആഹാരം കൊണ്ടുവരാൻ പറ്റും. Come on. Yes. നിന്നെ നാറ്റ കേസാക്കും, നിന്നെ കുത്തുപാള എടുപ്പിക്കും എന്ന് വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിൽ ആ ശത്രുവിൻ്റെ അജണ്ടയെ ക്യാൻസൽ ചെയ്യുവാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ നിനക്ക് വേണ്ടി തൻ്റെ കരത്തെ ചലിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ ചിലപ്പോൾ ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തവരായിരിക്കാം, നീ ഇതുവരെ ഫോണിൽ സംസാരിക്കാത്തവരായിരിക്കാം, ഇതുവരെ അവരോട് നീ പറഞ്ഞിട്ടില്ല, അവർ നിന്നോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യഹോവ ഈരേ, കരുതലിന്റെ കർത്താവ്, യഹോവ ക്ഷമയായി, കാവലിന്റെ കർത്താവ്, കരുതലിന്റെ കർത്താവ്, കാവലിന്റെ കർത്താവ് നിന്നെ നോക്കി പറയുന്നു, നീ എന്റെ സ്പെഷ്യൽ അജണ്ടയാണ്, നീ എന്റെ സ്പെഷ്യൽ ടാസ്ക് ആണ്, നീ എന്റെ സ്പെഷ്യൽ പ്രോഗ്രാം ആണ്, നീ എന്റെ സ്പെഷ്യൽ വെപ്പൺ ആണ്. നീ ഓർഡിനറി അല്ല, നീ നാറുവാൻ ഞാൻ സമ്മതിക്കയില്ല. I will prepare, I will arrange, I will fight, I will begin something new for you. ഞാൻ നിനക്ക് വേണ്ടി പുതിയത് തുടങ്ങുവാൻ പോകുകയാണ്. ഇതുവരെ ഇല്ലാത്ത പുതിയത് ഞാൻ നിനക്ക് വേണ്ടി തുടങ്ങുവാൻ പോകുകയാണ്. ഞാനിന്ന് പകൽ സെൻസ് ചെയ്യുന്നു, നിന്നെ ക്ലോസ് ഡൗൺ ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, നോ, ഈ മാർച്ച് 31 പലതിൻ്റെ ഇനാഗുറേഷൻ ആക്കി. പലതിൻ്റെ ഇനാഗുറേഷൻ ആക്കി. നരകവും ലോകവും നിന്നെ ക്ലോസ് ചെയ്യുമ്പോൾ ദൈവം പറയുന്നു, നോ, ഇതുവരെ ഇല്ലാത്ത പുതിയ ചാപ്റ്റർ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാ. അതിനുവേണ്ടി നീ പ്രതീക്ഷിച്ചിട്ടാത്ത വ്യക്തികളെ ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുവരാം. ഞാൻ പ്രതീക്ഷിച്ചാത്ത വ്യക്തികൾ നിന്റെ ഓഫീസിൽ എത്ത്. നീ അവരെ തേടത്തില്ല, അവർ നിന്നെ തേടി വരും. നീ നന്മയെ തേടത്തില്ല, നീ കരുണയെ. ആരോടാ ഞാൻ പറയുന്നത്? കമാൺ ഇവാൻസ് ബ്രദർ, ഹെൽപ് മീ. നീ അവരെ തേടത്തില്ല, നീ നന്മയെ തേടത്തില്ല, നീ കരുണയെ തേടത്തില്ല. നന്മയും കരുണയും നിന്നെ തേടി വരികയാണ്. നന്മയും കരുണയും ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ അവർ നിന്നോട് വന്ന് കണക്ട് ചെയ്യുകയാണ്. ഡിവൈൻ അപ്പോയിന്റ്മെന്റ്, ഡിവൈൻ കണക്ഷൻ. അമ്മയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന യോഹന്നാൻ ഒഴികെ അപ്പം തിന്നവനും ഐ ലവ് യു പറഞ്ഞ് ചേർന്ന് നിൽക്കുമെന്ന് പറഞ്ഞു. അതെല്ലാം ഓടി. പത്രോസ് ഉൾപ്പെടെ എല്ലാവരും ഓടി. പരസ്യ ശിഷ്യന്മാരെല്ലാവരും ഓടി.
അവർക്ക് കസാരയാണ് വേണ്ടത്, അവർക്ക് പ്രധാന സ്ഥാനമാണ് വേണ്ടിയത്. ആ പ്രധാന സ്ഥാനത്തിനാണ് അണ്ണന്മാരെല്ലാം ചേർന്ന് നടന്നത്. ഒരപ്പം തിന്നാനാണ് നടന്നത്. പലതും നിന്റെ കൂടെ നടക്കുന്ന നിന്നെ സ്നേഹിച്ചിട്ടല്ല, നിന്റെ ബെനിഫിറ്റിന് വേണ്ടിയാണ്. എന്നാൽ കഷ്ടം വരുമ്പോൾ, യഥാർത്ഥ തീയിലൂടെ പോകുമ്പോൾ, വെള്ളത്തിലൂടെ പോകുമ്പോൾ ഓരോന്നിൻ്റെ തനി നിറം നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 12 പേരുണ്ടായിരുന്നു, 70 പേരുണ്ടായിരുന്നു. എന്തിയേ? എല്ലാം പോയി. പരസ്യ ശിഷ്യന്മാർ പരാജയപ്പെട്ടപ്പോൾ 2 രഹസ്യ ശിഷ്യന്മാർ. ടിങ് ഡോങ്, കോളിംഗ് ബെല്ലടിക്കും, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യല്ല, വിളിക്കും. ആദ്യം മെസ്സേജ് ആയിരിക്കാം, ഇമെയിൽ ആയിരിക്കാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിനക്ക് നേരെ ശത്രു ഒരുക്കുന്ന പരിഹാസ പാർട്ടിയെ ക്യാൻസൽ ചെയ്യുവാൻ സൂപ്പർ നാച്ചുറലി ചില വ്യക്തിത്വങ്ങളെ ദൈവം നിന്നോട് കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. ഈ വന്ന ആരിമത്തിലെ യോസെഫും ഈ നിക്കോദിമോസും ഉണ്ടല്ലോ, they are not ordinary people, they are the members of Sanhedrin. സ്തോത്രം. യഹൂദന്മാരുടെ സുപ്രീം പാർലമെൻറ്റിൻ്റെ, യഹൂദന്മാരുടെ സ്തോത്രം, അത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ടോപ്പ് മോസ്റ്റ് ഇരുന്ന 71 പേരുണ്ട്. ചെയർപേഴ്സൺ കയ്യഫാവ് മഹാപുരോഹിതൻ. അവിടെ ഇരുന്ന യഹൂദ വചന, ദൈവവചനം അരച്ച് കാലക്കി കുടിച്ചിരിക്കുന്ന സ്തോത്രം. അത് വചനം അങ്ങേ അറ്റം അറിയാമെന്നുള്ള കാണാപ്പാടമായ, തോറ കാണാപ്പാടമായ, ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം കാണാപ്പാടമായ 70 പേരാണ് ഇവർ. അവർക്ക് വചനം അറിയാം. പക്ഷെ 2 പേരുണ്ടായിരുന്നു, അവരുടെ ഗൂഢാലോചനയ്ക്ക് ഉൾപ്പെടാത്ത നിക്കോദിമോസും അരിമത്തയിലെ യോസേഫ്. അവർ പറഞ്ഞു, ഇപ്പം നമ്മൾ ചലിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ ചലിക്കുന്നത്? കേക്ക്. തിരുവചനം പറയുന്നവർ സാധാ വ്യക്തികളല്ല, അവർ 2 ടോപ്പ് മോസ്റ്റ് ആൾക്കാർ. അവർ പദവിയിൽ വലിയവരായിരുന്നു. തൽമൂദ് പറയുന്നു, വേദപുസ്തകവും പറയുന്നു. നിക്കോദിമോസ് പാലസ്തീൻ, കനാൻ നാട്ടിലെ 3ാമത്തെ വലിയ പണക്കാരനായിരുന്നു നിക്കോദിമോസ്. കനാൻ നാട്ടിലെ 3ാമത്തെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു നിക്കോദിമോസ്. അതുപോലെ ധനികനായിരുന്നു അരിമത്തയിലെ യോസേഫ്. സ്തോത്രം. അതെ, അരിമത്തയിലെ യോസേഫ് പറഞ്ഞു, എൻ്റെ കുടുംബ കല്ലറ ഞാൻ അവന് വേണ്ടി മാറ്റിവെക്കാം. നിക്കോദിമോസ് പറഞ്ഞു, ഞാൻ 35 കിലോഗ്രാം സുഗന്ധവർഗത്തെ കൊണ്ടുവരും. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു 100 ലിറ്റേഴ്സ്. സ്തോത്രം. 35 കിലോഗ്രാം സുഗന്ധവർഗം കൊണ്ടുവരും. മീനിങ് എന്തെന്നറിയാമോ? ചരിത്രത്തിൽ യഹൂദ സംസ്കാരത്തിൽ ഇതുവരെ നടന്നിട്ടുള്ളതിൽ ഏറ്റവും നല്ല, ഏറ്റവും വലിയ അടക്ക ശുശ്രൂഷ നമുക്ക് അവന് കൊടുക്കണം. Let me repeat one more time. ഏറ്റവും വലിയ അടക്ക ആരാധന, ഏറ്റവും നല്ല അടക്കം കൊടുത്തത് ദാവീദിനല്ല, മഹാരാജാവൻ ദാവീദിനല്ല ഏറ്റവും വലിയ അടക്കം കിട്ടിയത്. ഏറ്റവും വലിയ അടക്കം ലഭിച്ചത് ശലോമോനല്ല. ചരിത്രത്തിൽ രാജാക്കന്മാരുടെ ചരിത്രത്തിലാണല്ലോ, രാജാക്കന്മാരുടെ അടക്കമാണല്ലോ ഏറ്റവും വലുത്. ഏറ്റവും വലിയ അടക്കം ലഭിച്ചത് ആസാ രാജാവിനാണ്. എന്നാൽ ആസായ്ക്ക് ലഭിച്ചതിനേക്കാൾ ഏറ്റവും വലിയ അടക്കം ഈ രാജാവിന് നൽകണമെന്ന് പറഞ്ഞിട്ട് നിക്കോദിമോസ് 35 കിലോഗ്രാം ഇതാ സ്തോത്രം അഖിലിന്റെ വലിയൊരു കൂട്ടുമായി വരികയാണ്. എന്നിട്ട് അവർ വന്നിട്ട് പറഞ്ഞു, വി ആർ ദ ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ, നമ്മൾ സ്വാധീനമുള്ളവരാണ്. ഈ സൻഹദരീൻ സംഘവും റോമക്കാരും ഇപ്പോൾ ഒന്നിച്ചേർന്നവനെ നാറ്റിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ നമുക്കൊരു വചനം അറിയാം. ആവർത്തന പുസ്തകം 21:23, ഡിട്രോണമി 21:23, ആവർത്തന 21:23. അന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ് മോശയിലൂടെ ദൈവം ഇത് മുൻകൂട്ടി എഴുതി വെച്ചു. ഇതുവരെ കേട്ടിട്ടില്ല. മോശയിലൂടെ മുൻകൂട്ടി ദൈവം ഇത് എഴുതി വെച്ചത്, ഇത് എഴുതുന്ന കർത്താവിന് അറിയാം. എൻ്റെ പുത്രനായ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോ, നിങ്ങൾക്ക് മനസ്സിലായില്ല, എൻ്റെ പുത്രനായ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോ അവനെ കേസാക്കാൻ വേണ്ടി, അവനെ നാട്ടിപ്പിക്കാൻ വേണ്ടി മുഴുവൻ നരകവും, മുഴുവൻ സാമ്രാജ്യവും, മുഴുവൻ ലോകവും ഒരുമിച്ച് സകല കുബുദ്ധികൾ ഒന്നു ചേരും. പക്ഷേ എന്റെ സന്നിധിയിൽ നാറ്റമല്ല ഉള്ളത്, സ്വർഗത്തിൽ ഭയങ്കര സുഗന്ധമാണുള്ളത്.
Let me repeat one more time. ദൈവമായി നീ കണക്ട് ചെയ്ത് ജീവിക്കുന്ന ദൈവദാസനെങ്കിൽ, ദൈവമായി നീ കണക്ട് ചെയ്ത് ജീവിക്കുന്ന പ്രാസംഗനെങ്കിൽ, ദൈവമായി കണക്ട് ചെയ്ത് ജീവിക്കുന്ന കുടുംബമെങ്കിൽ, ഇൻഡിവിജ്വലെങ്കിൽ 100% ഗ്യാരണ്ടിയാ ഞാൻ പറയട്ടെ, ഈ തലമുറയിൽ നീ നാറ്റമല്ല, നീ അരോമ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സുഗന്ധത്തെ നീ ചുമക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. ആവർത്തനം 21-23 കർത്താവ് നേരത്തെ എഴുതി വെച്ചു, അവന്റെ ശവം മരണത്തിന്മേൽ രാത്രി മുഴുവൻ ഇരിക്കരുത്. മരത്തിന്മേൽ തൂങ്ങുന്നവനെ കുറിച്ച് പറയുക, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ, എവനിതാ മരത്തിൽ തൂങ്ങിക്കിടക്കുക. സ്തോത്രം. ഈ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നല്ലേ, തിന്നുന്ന നാളിൽ നീ മരിക്ക്. വേണമെങ്കിൽ നീ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നോളണേ. എന്നാൽ ആദാം വലത്തോട്ട് തിരിഞ്ഞില്ല, ആദാം ഇടത്തോട്ട് തിരിഞ്ഞു. ഒരുവന്റെ ലംഘനത്തിൽ മനുഷ്യൻ താഴ്ത്തപ്പെട്ടെങ്കിൽ മറ്റൊരുവന്റെ അനുസരണത്തിൽ മാനവജാതി ഉയരുവാൻ തക്കവണ്ണം അവൻ മരത്തിന്മേൽ തൂക്കപ്പെട്ടു. എന്നാൽ മരത്തിന്മേൽ അവൻ തൂക്കപ്പെട്ടവൻ. നോക്ക്, അവൻ മരത്തിന്മേൽ തൂക്കുന്നവൻ അവൻ ശപിക്കപ്പെട്ടവനാണ്. സൂര്യനെ അസ്തമിക്കുന്ന നാളെ ശബദാണ്. സ്തോത്രം. നാളെ ശബദാണ്. സ്തോത്രം. ആർക്കും ചലിക്കാൻ പറ്റത്തില്ല. ചെയ്യുമെങ്കിൽ ഇപ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരോട് പറയാൻ? ക്രൈസ്റ്റ് സെന്റർ ചെയ്യുമെങ്കിൽ ഇപ്പോഴാണ് ചെയ്യേണ്ടത്. കൊടുക്കണമെങ്കിൽ ഇപ്പോഴാണ് കൊടുക്കേണ്ടത്. സുവിശേഷം പറയണമെങ്കിൽ ഇപ്പോഴാണ് പറയേണ്ടത്. പ്രവർത്തിക്കണമെങ്കിൽ ഇപ്പോഴാണ് പ്രവർത്തിക്കേണ്ടത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓരോ സെക്കൻഡും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ മണിക്കൂറും പ്രധാനപ്പെട്ടതാണ്. ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്. അലസത വെടിഞ്ഞാട്ടെ. കമാൺ, വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. അലസത വെടിഞ്ഞാട്ടെ. ചെയ്യുമെങ്കിൽ ഇപ്പോഴാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിക്കോദിമോസും അരിമത്തയിലെ യോസെഫ്, സ്തോത്ര സംഘത്തിലെ അവരോട് പറഞ്ഞു കാണും, സ്തോത്രം, മിണ്ടിപ്പോകല്ലേ. ഇവനെ നാറ്റക്കേസാക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇവൻ നാറാൻ വേണ്ടി, ആ റോമക്കാർ പറയുന്ന പോലെ, ഗവൺമെൻറ് പറയുന്നത് പോലെ അവനെ നാറ്റാൻ വേണ്ടി നിങ്ങൾ ഒറ്റുകൊടുക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. നിങ്ങൾ ഒറ്റുകൊടുക്കുക. നിനക്ക് ന്യായപ്രമാണം അറിയോ? നിനക്ക് വചനം അറിയോ? ഇവനെ നാറാൻ വിട്ടുകൊടുത്തുണ്ടല്ലോ നമ്മുടെ ദേശം മലിനമാകും. മകളെ അത് മാറ്റല്ലേ. ഇവനെ നാറാൻ വിട്ടുകൊടുത്താലുണ്ടല്ലോ നമ്മുടെ ദേശം ശാപഗ്രസ്തമാകും. നമ്മുടെ ദേശം ശാപഗ്രസ്തമാകാതിരിക്കണമെങ്കിൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് വേണ്ടി അവകാശം തരുന്ന ദേശം നീ അശുദ്ധമാക്കല്ലേ. നമ്മുടെ ദേശം അശുദ്ധമാക്കി കഴിഞ്ഞാൽ അതേ സ്തോത്രം, പിന്നെ ഈ ദേശം അനുഗ്രഹിക്കപ്പെടത്തില്ല. പിന്നെ മഴ കാണത്തില്ല, മഞ്ഞ് കാണത്തില്ല. ദേശം ശാപഗ്രസ്തമാകും. ദേശം ശാപഗ്രസ്തമാകാതിരിക്കണമെങ്കിൽ യവൻ നാറാൻ പാടില്ല. മറ്റുള്ളവനെ നാറ്റിച്ച് നടക്കുന്ന അച്ചാച്ചന്മാർ കേട്ടോളാണ്. നിന്റെ ശുശ്രൂഷ, നിന്റെ സഭ ശാപഗ്രസ്തമായി കൊയ്ത്തു നിന്നുപോയത് മറ്റു പലതിനെ നീ തേച്ചൊട്ടിക്കുന്നത് കൊണ്ടാണ്. നിർത്തിക്കൊള്ളണം. സ്തോത്രം. മറ്റുള്ളവർക്കെതിരെ നാക്ക് വളയ്ക്കുന്ന അമ്മമാർ ഇന്നെങ്കിലും മാനസാന്തരപ്പെടട്ടെ. നിർത്തിക്കൊള്ളണം നിന്റെ ചുറ്റിക്കളി. നീ വലിയ ഗൂഢാലോചന വിദഗ്ധനായിരിക്കാം, നീ ഭയങ്കര തന്ത്രശാലിയായിരിക്കാം, പലരെ ഒതുക്കിയവരായിരിക്കാം, പലരെ മുറിവേൽപ്പിച്ചതായിരിക്കാം, നിന്റെ വീട്ടിലിരുത്തി പലരെ തകർത്ത് വിട്ടതായിരിക്കാം. പക്ഷെ എന്റെ പുസ്തകം പറയുന്നു, നാറ്റിക്കുന്നു. രണ്ടുപേർ വന്നിട്ട് പറഞ്ഞു, നോ, അവൻ ക്രൂശിൽ തുടരാൻ പാടില്ല. We have to take care of that body. ഈസ്റ്റർ ദിനത്തിൽ ഞാൻ വന്നത് ആ ദൂത് പറയാനാ. Take care of the body. Take care of this body, the body of Christ. Take care of the body. Take care of the body. അരിമത്തയിലെ യോസെഫിന് പണമുണ്ട്, നിക്കോദിമോസിന് പണമുണ്ട്. പറഞ്ഞു, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ അവന് വേണ്ടി കൊടുക്കുക. നിൻ്റെ ബാങ്കിൽ കോടികളുണ്ട്, കർത്താവിന് വേണ്ടി കൊടുത്താട്ടെ. നിനക്ക് ഒത്തിരി നന്മകളുണ്ട്, കർത്താവിന് വേണ്ടി കൊടുത്താട്ടെ. ഇന്ന് പകൽ സമ്പത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. കമാണ്, എനിക്ക് വേണ്ടിയല്ല ചോദിക്കുന്നത്, കർത്താവിന് വേണ്ടി. ഈ കൈയടിക്കുന്നതും കുനിഞ്ഞിരിക്കുന്നതും ഉഴപ്പുന്നതും ഉറങ്ങുന്നതും എല്ലാം കർത്താവിന് വേണ്ടി കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആന്ധ്രേ ഞാൻ പോയപ്പോൾ പറഞ്ഞു, ഒരുത്തൻ നിന്ന ഇരിപ്പിന് ഒരു പെന്തിക്കോസുകാരൻ സ്തോത്രം കുഴഞ്ഞു വേണ്ടി മരിച്ചു. മക്കളില്ല, 48 കോടിയുണ്ട്. സ്തോത്രം. അതെ, ബാങ്കിൽ 48 കോടി. ഇത്രയും നേരം പ്രസംഗിച്ചിട്ട് കുനിഞ്ഞ് നിവർന്നു നോക്കാത്ത അമ്മാമ്മ 48 കോടി എന്ന് പറഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കിൽ നിന്ന് ആശ്ചര്യചിഹ്നമായി എന്നെ നോക്കി. നിൻ്റെ കുടുംബക്കാരാണ് അയാളെന്ന് എനിക്കറിയത്തില്ലായിരുന്നു.
ബാങ്കിൽ നോക്കിയപ്പം 48 കോടിയുണ്ട്. പെട്ടെന്ന് പോയി. സ്തോത്രം. ദൈവം നിനക്ക് തന്നിരിക്കുന്നതാ. അവനെ കയറിയതാട്ടെ, അവൻ്റെ ബോഡി കയറിയതാട്ടെ. ദൂത് അവനെ നീ കയറിയുമ്പോൾ അവൻ നിന്നെക്കുള്ളതിനെയും നിന്നെയും കയറിയെന്ന്. കരങ്ങളെ ചലിപ്പിച്ച് ജനം ദൈവത്തിന് നന്ദി പറഞ്ഞേ. അവർ പറഞ്ഞു സ്തോത്രം, ആ ബോഡിയെ, ആ ശരീരത്തെ നമ്മൾ സ്തോത്രം കെയർ ചെയ്യണം. തിരുവചനം പറയുന്നു സ്തോത്രം. അവരെ ആ ബോഡി എടുത്ത് സ്തോത്രം. ഞാൻ ഇന്നലെ മെനിഞ്ഞാന്ന് ഒക്കെ പറഞ്ഞ പോലെ ഷേപ്പ്ലെസ് ബോഡി. അവൻ്റെ പുറം മീൻസ് അവൻ്റെ ബട്ടക്സ് ഉൾപ്പെടെ അവൻ്റെ പുറം മുഴുവൻ അടിച്ച് തകർത്ത്. ഇതൊരു മനുഷ്യനല്ല, ഒരു തടി കഷ്ണത്തെ ഒരു മൃഗത്തെ കൊണ്ടുവന്ന് ക്രൂശിക്കുന്ന പോലെ. ആ കത്തോലിക്ക പ്രതിമക്കാരൻ ഉണ്ടാക്കി വെച്ചതുപോലെയല്ല. പുസ്തകം പറയുന്നു രൂപം മുഴുവൻ പോയി, ഷേപ്പ് മുഴുവൻ പോയി. ഷേപ്പ് പോയി തകർക്കപ്പെട്ടു. മീനിങ് നിന്റെ തകർച്ച അവൻ ഏറ്റെടുത്തു. അവൻ്റെ പണി നിന്നിൽ വെളിപ്പെട്ടു. ഒരു ആനിമൽ കണ്ടിട്ടില്ലേ ഇറച്ചിക്കടയിൽ ഈ ഈസ്റ്റർ ദിനത്തിന് മട്ടനും സ്തോത്രം ബീഫും തൂക്കിയിട്ടിരിക്കുന്ന പോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് രൂപഗുണമില്ലാതെ മാട്, അതെ സ്തോത്രം, രൂപഗുണം നഷ്ടപ്പെട്ട് ക്രൂശന്മേൽ തൂങ്ങി നിന്നു. ആ ബോഡി എടുത്ത് 35 കിലോഗ്രാം സ്തോത്രം സുഗന്ധവർഗമിട്ട് ലിനൻ ക്ലോത്തിൽ പൊതിഞ്ഞ് കൊണ്ടുപോയി അരിമത്തിലെ യോസഫിൻ്റെ കല്ലറയിൽ വെച്ചു. അരിമത്തിലെ യോസഫിലെ കല്ലറ. ഞാൻ വിചാരിച്ചു അതോടെ പരിപാടി തീർന്നെന്നാ. പക്ഷെ എന്നോ ഞാൻ വീണ്ടും ആ സെൻറ്റൻസ് വീണ്ടും പറയട്ടെ. ശത്രു എത്ര ഉന്നതനാണ് അത്രത്തോളം വിടുതൽ വലുതായിരിക്കും. പ്രശ്നം എത്ര ഭയങ്കരമാണോ അത്രത്തോളം വലിയ ദൈവപ്രവൃത്തിയായിരിക്കും വെളിപ്പെടുന്നത്. അവനെ അടക്കിയിട്ട് തീർന്നില്ല. പിറ്റേ ദിവസമായപ്പോൾ ശബദാണ്. അടക്കി ഒതുക്കി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കേണ്ട ദിവസം. പക്ഷേ മഹാപുരോഹിതന് ഉറക്കമില്ല. മഹാപുരോഹിതനും ന്യായാധിപ സംഘത്തിനും ഉറക്കമില്ല. കാരണം കള്ളം പറയാത്ത യവൻ പറഞ്ഞിട്ടുണ്ട്. പറ മക്കളെ, എന്തുവാ? കള്ളം പറയാത്ത യവൻ പറഞ്ഞിട്ടുണ്ട്. പറ, റിയലി നിനക്കതറിയോ? റിയലി ആ ഇരിപ്പൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ. കമാൺ, കള്ളം പറയാത്തവൻ ആശ തന്ന് നിരാശയിലേക്ക് തള്ളിയിടാത്തവൻ പറഞ്ഞിട്ടുണ്ട് ഇത് തുടരത്തില്ല. ജസ്റ്റ് 3 ദിവസം കൊണ്ട് ഈ പരിപാടി തീരും. ഇന്ന് നീ കടന്നു പോകുന്നത് പെർമനന്റ് അല്ല, താൽക്കാലികമാണ്. അപ്പോൾ ഇവൻ രഹസ്യത്തിലും പറഞ്ഞിട്ടുണ്ട്, പരസ്യത്തിലും പറഞ്ഞിട്ടുണ്ട്, ഗ്രാമത്തിലും പറഞ്ഞിട്ടുണ്ട്, പട്ടണത്തിലും പറഞ്ഞിട്ടുണ്ട്, ചെറിയ കൂട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്, വലിയ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഐ ഷാൽ റൈസ് അഗൈൻ, ഞാൻ ഉയർത്തെഴുന്നേൽക്ക്. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ മറ്റേ സെൻട്രൽ ട്രാവൻകൂറിൽ നിന്ന് അയാൾ വന്ന് എൻ്റെ തലയെ കൈവച്ച് എന്നെ കഷണ്ടി തലയാക്കട്ടെ എന്നല്ല പറഞ്ഞത്. എനിക്ക് പ്രവചന വരമുണ്ടെങ്കിൽ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് ഞാൻ പറയണം, എടാ സുരേഷേ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാ, നീ ഞാൻ നിങ്ങൾ നോക്കി പറയാ, കമാൻ, നീ തോറ്റവനല്ല, നീ ജയിച്ചവനാണ്, നീ വാലല്ല, നീ തലയാണ്. ആഹാബിന്റെ രഥത്തിന് മുൻപിൽ ഏലിയ ഓടിയതുപോലെ നീ ആയിരങ്ങളെ മുന്നേറുവാൻ പോകുന്നു. നിന്റെ അധര സ്പെഷ്യൽ, നിന്റെ ശബ്ദം സ്വർഗീയമാണ്, നിന്റെ കരങ്ങൾ യുദ്ധത്തിനായുള്ളതാണ്. ഓ, നിന്റെ ചലനം ദൈവീക ചലനമായിരിക്കെ. നീ ആയിരങ്ങൾക്ക് അനുഗ്രഹമായിരിക്കെ. അടയാളങ്ങൾ നിന്നിലൂടെ ഒഴുക. നിന്റെ കണ്ണ് അത്ഭുതങ്ങളെ കാണ്. നീ പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതിന് മുൻപ് വീര്യ പ്രവൃത്തികൾ വെളിപ്പെടും. എനിക്കൊരു ഉപകാരം ചെയ്യാം. 3 പേരെ തൊട്ട് പറ, സ്വയം പ്രവചിച്ച് പഠിക്കണം. പെട്ടെന്ന് പറഞ്ഞ് അർത്ഥം, യേശു സ്വയമായി പ്രവചിച്ചു. ഹല്ലേലൂയ. പഠിക്കണം. ഇൻ ദ സെൻസ് നിന്നെ നോക്കി നീ അനുഗ്രഹം പറയണം. യേശു കർത്താവ് പറഞ്ഞു, ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ, അയ്യോ സ്തോത്രം, യഹൂദയിൽ അവൻ വന്നെങ്കിൽ ഗലീലയിൽ അവൻ അവൻ പറഞ്ഞു, എപ്പ മരണം പറഞ്ഞു, അവൻ പറഞ്ഞു, എപ്പ യേശു മരണം പറഞ്ഞു ഉടനെ പറഞ്ഞു, എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും.
എന്നാൽ ഞാൻ ഉയർത്തുന്നില്ല. അബ്രഹാം ഉയർത്തില്ല, ഇസഹാക്ക് യാക്കോബ് ഒരുത്തനെ ഉയർത്തില്ല. പക്ഷെ ആർക്കും ഇല്ലാത്ത ഒന്ന് എന്നിൽ വെളിപ്പെടാൻ പോവാ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, ആരിലും വെളിപ്പെട്ടിട്ടില്ലാത്ത മഹാകാര്യം, ഉന്നതമായ കാര്യം നിന്നിൽ വെളിപ്പെടാൻ പോവുക. അപ്പൊ ഇപ്പോഴത്തെ കാര്യം കൊണ്ടല്ലേ ഈ പോരാട്ടം നടക്കുന്നത്. ഭാവിയെ നോക്കിയാണ്. അയ്യോ, അത് മനസ്സിലായില്ലല്ലോ, ഭാവിയെ നോക്കി ഒരു പോരാട്ടം ഉണ്ടെന്ന്. യോഹന്നാൻ 19:39-40, മത്തായി സുവിശേഷം 27:62 മുതൽ 66 വരെ. യോഹന്നാൻ 19:39-40. യോഹന്നാൻ 19 അല്ല വേണ്ട, മത്തായി സുവിശേഷം 27 മക്കളെ. മത്തായി 27, മാത്യു 27:62-66, 62 മുതൽ 66 വരെ മത്തായി സുവിശേഷം. സ്തോത്രം. 27. ആ സ്ക്രീനിൽ നോക്കി ശബ്ദം ഉയർത്തി വെടി പൊട്ടുന്ന പോലെ എല്ലാവരും വായിച്ച്. ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പിലാത്തോസിൻ്റെ അടുക്കൽ ചെന്നുകൂടി, യജമാനനെ, ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കാൻ കൽപ്പിക്കുക. കേക്ക് ഇനി എന്നെ നോക്കിക്കേ. 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുക. നിങ്ങളെന്താ വിചാരിച്ചേ? യേശു കർത്താവിനെ അടക്കിയിട്ട് ശനിയാഴ്ച എല്ലാവരും പോയി റെസ്റ്റ് എടുത്തെന്നോ? കോളം ബീച്ചിൽ വന്നിരുന്ന് കാറ്റ് കൊണ്ടെന്നോ? നോ 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 നോ. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം. നിനക്കെതിരെ പാര പണിയുന്നവനുണ്ടല്ലോ, അവൻ്റെ സ്വസ്ഥത അപ്പം പോവുക. സിംഹഗുഹയിൽ ദാനിയേലെ പിടിച്ചിട്ടു. ഒരു ഉദാഹരണം പറയാം. സിംഹഗുഹയിൽ ദാനിയേലെ പിടിച്ചിട്ടു. ദാനിയേലിന്റെ ജീവിതത്തിലെ ബെസ്റ്റ് തലയണയായി. സിംഹത്തിന്റെ വയറ് തീർന്നു. പുള്ളി ഭയങ്കരമായിട്ട് ഉറങ്ങി. ഓൾമോസ്റ്റ് 300-400 സിംഹം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മെത്തയും തലയണയും വേറെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ട കാര്യമില്ല. പുള്ളി ഭയങ്കരമായിട്ട് കിടന്നുറങ്ങി. പക്ഷെ ദാരിയവേശിന് സിംഹക്കുഴിയിലിട്ടവൻ്റെ നിനക്ക് നേരെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഉറക്കം ക്യാൻസൽ. സാറ്റർഡേ ആയപ്പോ അവന്മാരെല്ലാം കൂടെ പിലാത്തോസിന്റെ അടുക്കൽ വന്നിരിക്കാം. സാറേ അവൻ ഇന്നലെ പറഞ്ഞ പ്രവചനം ഉണ്ടല്ലോ, നാളെ നിറവേറാൻ ചാൻസ് ഉണ്ട്. അവൻ നാളത്തെ പ്രവചനത്തെ തടയാൻ, ചെകുത്താൻ ഇന്നേ കുറച്ച് കെടിയുണ്ടാക്കുക. എടാ പന്ന പിശാചേ, എന്റെ ദൈവം ദൂത് പറവാൻ വാ തുറന്നെങ്കിൽ ദൂതലെത്താൻ വഴിയും തുറക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നോക്കേ, ഈ മാർച്ച് മാസം 31-ാം തീയതി നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രൈവറ്റ് ഹൈവേ സ്വർഗത്തിലെ ദൈവം പണിയുന്നു. രണ്ടുപേരെ തൊട്ട് പറ, എന്റെ ഹൈവേയുടെ പണി നടക്കുക. പെട്ടെന്ന് പറഞ്ഞേ, എൻ്റെ ഹൈവേയുടെ പണി നടക്കുക. അതൊരു പബ്ലിക് വഴിയല്ല. അതിൽ വാക്കനും പോക്കനും നടക്കാൻ പറ്റത്തില്ല. അതിൽ ഫറവോന് നടക്കാൻ പറ്റത്തില്ല. ഫറവോന്റെ പട്ടാളത്തിന് നടക്കാൻ പറ്റത്തില്ല. അത് എനിക്ക് വേണ്ടി മാത്രം എൽ ഷഡായി ഒരുക്കുന്ന ഒരു പ്രൈവറ്റ് വഴിയാണ്. എൻ്റെ വാഗ്ദത്തത്തിലേക്ക്, എൻ്റെ പ്രൊഫസിയുടെ ഫുൾഫിൽമെന്റിലേക്ക് ഞാൻ നടക്കാൻ എൻ്റെ ദൈവം ഈ മണിക്കൂറിൽ എനിക്ക് വേണ്ടി വഴിയൊരുക്കുകയാണ്. പ്രവചനമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സൗരികരെ പറഞ്ഞു, ഈ ചതിയൻ എന്നതിന് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് പ്ലാനോസ്, PLANOS, പ്ലാനോസ്. മറ്റൊരർത്ഥം പറഞ്ഞാൽ ഈ ഫ്രോഡ്.
ഇവൻ ഈ ചതിയൻ സ്തോത്രം അതേ പറഞ്ഞിട്ടുണ്ട്, ഇവനെ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ടെമ്പിൾ കോംപ്ലക്സിൽ അവൻ ഇരിക്കുകയാണ്. 46 വർഷം കൊണ്ട് ഹെരോദാവ് പണിതതായ ആ ടെമ്പിൾ കോംപ്ലക്സിനെ നോക്കി, ആ ദേവാലയ സമുച്ചയത്തെ നോക്കി അവൻ പറഞ്ഞു, ഇതുണ്ടല്ലോ കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ ഇത് പൊളിഞ്ഞു പോകും. പക്ഷെ ഇതുണ്ടല്ലോ 3 ദിവസം കൊണ്ട് ഞാൻ പണിയും. ഇതുണ്ടല്ലോ ഇത് പൊളിഞ്ഞു പോകും. പക്ഷെ എൻ്റെ ശരീരം ഉണ്ടല്ലോ, ഈ മന്ദിരം ഉണ്ടല്ലോ, സ്തോത്രം, ഇതിന് 3 ദിവസം കൊണ്ട് ഞാൻ പണിയാം. ഒരു ദിവസം പരീശന്മാർ വിമർശന ബുദ്ധികൾ അവൻ്റെ വാക്കിൽ കുറ്റം കണ്ടുപിടിപ്പാൻ ഇന്ന് ആരോ കാത്തിരിക്കുന്നത് പോലെ അവൻ്റെ വാക്കിൽ കുറ്റം കണ്ടുപിടിപ്പാൻ വേണ്ടി കാത്തിരുന്നതായ പരീശന്മാർ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, നീ ഒരു അടയാളം ചെയ്ത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എൻ്റർടൈനേഴ്സ് ഞങ്ങൾ നീക്കിലിട്ട് എൻ്റർടൈൻ ചെയ്യും. ചർച്ച ഒന്ന് എൻ്റർടൈൻമെൻറ്റ് സെൻ്ററായി ഞങ്ങളൊരു അടയാളം ചെയ്ത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു കർത്താവാത്മാവിൽ ഞെരങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞു, യോനയുടെ അടയാളത്തെക്കാൾ വലിയൊരു അടയാളം, യോനയുടെ അടയാളം പോലെ വലിയൊരു അടയാളം. മീനിങ് ആസ് ദ ജോന വാസ് ഇൻ ദ ബെല്ലി ഓഫ് ഫിഷ്, യോന കടലാനയുടെ വയറ്റത്ത് 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ 3 രാവും 3 പകലും ഇരിക്കും. അതിനുശേഷം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ശബ്ദമുയർത്തി പറഞ്ഞാൽ I shall rise again. അർത്ഥം പറഞ്ഞ ഞാൻ ഉയർക്ക്. സ്തോത്രം. 3 പേരെ തൊട്ട് പറഞ്ഞ് ഞാൻ പുറത്തു വരും. ഇന്നത്തെ നിന്നയിൽ നിന്ന് പുറത്തു വരും. ഇന്നത്തെ രോഗത്തിൽ നിന്ന് പുറത്തു വരും. ആ ഓപ്പറേഷനെ ക്യാൻസൽ ചെയ്ത് നീ പുറത്തു വരും. യേശുവിൻ്റെ നാമത്തിൽ ആ ജപ്തി നോട്ടീസിനെ പറത്തിക്കളഞ്ഞ് കീറിക്കളഞ്ഞ് നീ പുറത്തു വരും. നീ അകത്തിരുന്ന് ദ്രവിക്കത്തില്ല, നീ പുറത്ത് വന്നിരിക്കുക. പിലാത്തോസിന് അവിടെ വന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ കല്ലറ ഉറപ്പാക്കണം. നീ കല്ലറ ഉറപ്പാക്കിയില്ലെങ്കിൽ അവൻ്റെ ദൂത് ഫലിക്കും. സ്തോത്രം. നീ കല്ലറ ഉറപ്പാക്കിയില്ലെങ്കിൽ അവൻ ചിലപ്പോൾ പുറത്തു വരും. സോ ഇന്ന് പകൽ ദൈവകൃപകൾ മനസ്സിലാക്കണം. 10,000 രൂപയുടെ ഒരു ദൂത് കേൾക്കുന്നെങ്കിൽ 10,000 രൂപയുടെ പ്രശ്നം മറുവശത്തെ സാത്താൻ ആ ദൂതിന് എതിരെ ഉണ്ടാക്കുന്നുണ്ട്. 10 കോടി രൂപയുടെ ദൂത് വാഗ്ദത്തമുള്ളപ്പോൾ അതേപോലെ 10 കോടി രൂപയുടെ പോരാട്ടവും മറുവശത്ത് ചെകുത്താൻ ഉണ്ടാക്കുന്നു. പക്ഷേ സഹോദരി സഹോദരന്മാരെ, സാത്താൻ പണ്ടേ തോറ്റവനാണ്. Let me tell you, നിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ടല്ല പൊരുതുന്നത്. നാളെ നിനക്കത് ഭവിക്കല്ല, നാളെ നിനക്കത് ഉണ്ടാകല്ല, നാളെ ആ ഉയർച്ച വരല്ല, നാളെ ആ ഉന്നത സ്ഥാനം കരസ്ഥമാക്കല്ല, നാളെ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടല്ല. പക്ഷെ കൂടെ നമ്മൾ പാടാറുണ്ട്, I can face tomorrow. കാരണം എന്റെ ദൈവം ഇന്നലെ മാത്രമല്ല, ഇന്നത്തെ ദൈവം മാത്രമല്ല, അവൻ നാളെയും എന്റെ തുയിച്ചൂളയിൽ അവൻ ഇറങ്ങി നിൽക്കുകയാണ്. സ്തോത്രം. വേദപുസ്തകം പറയുന്ന വാക്യം നിങ്ങൾ വായിച്ചു വരുമ്പോൾ മക്കളെ, സ്തോത്രം, പിലാത്തോസ് അവർക്ക് സ്തോത്രം അനുവാദം കൊടുത്തു. ആ താഴേക്ക് വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 27:60 പിലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവിൻ എന്ന് പറഞ്ഞു. 66 വാക്യം, അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു. അതാ എനിക്ക് വേണ്ടിയത്. അവർ ചെന്ന് കല്ലിന്, ശബ്ദമുയർത്തി പറ, അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. എല്ലാവരും പറഞ്ഞാട്ടെ, കല്ലിന് മുദ്ര വെച്ച്. ഒരിക്കൽ കൂടെ. അയ്യോ, നിങ്ങളെല്ലാം തളർന്നു പോയ മക്കളെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കമാണ് എല്ലാ പ്രീച്ചേഴ്സും ശബ്ദം ഉയർത്തി പറ, സ്തോത്രം, കല്ലിന് മുദ്ര വെച്ചു. ആ സീൽ, ആ മുദ്രയുടെ പേരാണ് ഗ്രീക്കിൽ എഴുതിയിട്ടുള്ളത് പ്രാഗിറ്റ്സോ. സ്തോത്രം. അതിനർത്ഥം പീലാത്തോസ് തൻ്റെ പ്രാഗിറ്റ്സോ, തൻ്റെ സീല് കൊടുത്തു വിട്ടു. തൻ്റെ സീല് കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, സ്തോത്രം, നിങ്ങൾ കൊണ്ടുപോയി സ്തോത്രം അതെ ആ കല്ലറയെ മുദ്ര വെച്ചോ. പ്രാഗിറ്റ്സോ എന്ന് പറഞ്ഞാൽ സ്തോത്രം അതെ പണ്ടത്തെ സിഗ്നേറ്ററി റിംഗ് പോലെ, അധികാര മോതിരം പോലെ ഗവൺമെൻറ് സീലാണ് കൊടുത്തിരിക്കുന്നത്. ഗവൺമെൻറ് സീല് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാമ്പസ് മുഴുവൻ ഗവർണർ പറയും, ഇത് റോമ സാമ്രാജ്യത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഞാൻ വീണ്ടും പറയട്ടെ, ശത്രു എത്ര ഉന്നതനാണോ ജയം അത്ര ഭയങ്കരമായിരിക്കും. പോരാട്ടം എത്ര ഉന്നതമാണ്, ഉയർപ്പ് അത്രയും മഹത്തരമായിരിക്കും.
ഫറവോനിയ സാമ്രാജ്യം, ബാബിലോണിയ സാമ്രാജ്യം, ഇപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും വലിയ സാമ്രാജ്യമായ റോമ സാമ്രാജ്യം ഉയർപ്പിനെ തടയുവാൻ നോക്കിയാണ്. അവരെ സീല് കൊടുത്തു വിട്ടു, അവൻ്റെ കല്ല് ഇളകി മാറാതിരിപ്പാൻ. കാവൽക്കൂട്ടത്തെയും കൊടുത്തു. സ്തോത്രം. ചരിത്രം പറയുന്നു 12 പേരാണ് 12 മണിക്കൂർ വീതം കാവൽ നിൽക്കുന്നത്. 72 മണിക്കൂർ, 3 ദിവസം കഴിയുമ്പോൾ അവരെ കല്ല് തുറന്ന് മാറ്റിയിട്ട് നാട്ടുകാരെ മുഴുവൻ വിളിച്ച് സ്തോത്രം അതേ കാണിക്കണം. കണ്ട അണ്ണനെ കണ്ട, ഇതാ അരുവി ദ്രവിച്ച് പുറത്തിരിക്കണം കണ്ട എന്ന് കാണിച്ച് യവനെ നാറ്റ കേസാകണ വിളിച്ച് കാണിക്കണം. അറിഞ്ഞ ഒരു ഫോൺ ഇതാ. സ്തോത്രം. ഞങ്ങളെല്ലാം അറിഞ്ഞോ? നിങ്ങൾ അറിഞ്ഞില്ലേ? നിർത്തിക്കൊള്ളണം, തലമുറയ്ക്ക് നല്ലതല്ല. ബാക്കി ഞാൻ പിന്നെ പറയേ. സ്തോത്രം. അതെ, വിളിച്ചു കാണിക്കണം. 3 ദിവസം കഴിഞ്ഞിട്ട് കണ്ട സ്തോത്രം ഇതാ ദ്രവിച്ചിരിക്കുക. കാവൽക്കൂട്ടം പോയി. ഇന്നലെ അവര് തള്ളി വെച്ചതായ കല്ലുണ്ടല്ലോ, അതിനെ തള്ളി മാറ്റി അകത്ത് ആ ബോഡി ഉണ്ടെന്ന് അവർ ഉറപ്പ് വരുത്തി. ഇല്ലെങ്കിൽ നേരത്തെ മറ്റവന്മാരെടുത്തിട്ട് പോയാൽ പിന്നെ സംഭവം പോയില്ലേ. കാരണം നമ്മളിവിടെ കാവൽ നിൽക്കും, ബോഡി അവിടെ ഇല്ലെങ്കിൽ ഇത് റോമൻ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥാവകാശത്തിലേക്കാണ് ഇപ്പോൾ ഈ കല്ലറ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? പീലാത്തോസ് ഇതാ മുദ്ര കൊടുത്തു വിട്ടാൽ ആ ക്യാമ്പസ് മുഴുവൻ ഇനി അരിമത്തേലെ യോസഫിൻ്റെ വകയല്ല, റോമ ഗവൺമെൻറ്റിൻ്റെയാ. അതിനകത്ത് ബോഡി ഇല്ലെങ്കിൽ കാവൽ നിൽക്കുന്നവന്മാർക്കാ കുറ്റം. പട്ടാളക്കാരന്മാരെ പിടിച്ച് അവന്മാരെ കൊന്നുകളയും ബോഡി ഇല്ലെങ്കിൽ. അതുകൊണ്ട് ആദ്യം ബോഡി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതുകൊണ്ട് അവർ ഓടിപ്പോയി ആ കല്ലിനെ ഉരുട്ടി മാറ്റി അവിടെ ബോഡി നോക്കി. ബോഡിയുണ്ട്. ഇനി അവൻ്റെ തന്നെയാണോ? സ്തോത്രം. അഴിച്ച് ബോഡി നോക്കുമ്പോൾ മൂക്ക് പറഞ്ഞിട്ടുണ്ട്, ചെവിയ ഒരു വശത്ത് തകർന്ന് കിടക്കുക. സ്തോത്രം. രൂപഗുണമെല്ലാം പോയി, തകർന്ന ബോഡി. ഇതാ അവൻ്റെ തന്നെയാണ്. വീണ്ടും തിരിച്ചു വച്ചിട്ട് കല്ല് വീണ്ടും തിരിച്ച് അടച്ച് അതിന് ചുറ്റും ഒരു ദ്രാവകം, ഒരു ചക്ക അരക്ക് പോലെ അല്ലെങ്കിൽ ഒരു ചെളി പോലെയുള്ള ഒരു സമ്പ്രദായം സ്തോത്രം ആ കല്ലിന് ചുറ്റും വച്ചിട്ട് ഈ പ്രാഗിറ്റ്സോ, ഈ സീല് നോക്കിയേ, ഈ സീല് വെച്ച് അവരെ കല്ലിനെ വച്ചിട്ട് ചരിത്രം പറയുന്നു വലിയൊരു കയറ് വെച്ച് അതിനെ കെട്ടിവരഞ്ഞ്, കല്ലിനെ കെട്ടിവരഞ്ഞ് അതിൻ്റെ മുകളിലും സ്തോത്രം ഈ ദ്രാവകം വെച്ച് സീല് വെച്ച് അവര് സ്തോത്രം കല്ലറ സീൽ ചെയ്തു. ഇനി ആരെങ്കിലും ആ സീലിൽ തൊട്ടാൽ കാവൽ നിൽക്കുന്ന പടയാളികൾ ഓൺ ദ സ്പോട്ട് അവനെ വെട്ടി കൊന്നുകളയും. ബുദ്ധി കൊണ്ട് നോക്കിയാൽ അവനൊരിക്കലും തിരിച്ചു പുറത്തു വരുവാൻ കഴിയത്തില്ല. വൈ? ബിക്കോസ് അവൻ തകർന്നവനാണ്, ശീലകൾ വരിഞ്ഞു മുറുകി കെട്ടിയവനാണ്. അവൻ്റെ മുൻപിൽ വലിയൊരു കല്ലുണ്ട്. സ്തോത്രം. നോക്കിയേ, വലിയ വടം വെച്ച് ആ കല്ലറ മുറുക്കിയിരിക്കുന്നു. പുറത്തിറങ്ങിയാൽ പിടിച്ചു നിർത്താൻ പടയാളികളുണ്ട്. 2 ചെവിയുടെ ഇടയ്ക്കുള്ള നമ്മുടെ മലയാളി ബുദ്ധി പറയും നോ വേ, അവൻ ഒരിക്കലും പുറത്ത് വരത്തില്ല. പക്ഷേ പോരാട്ടം എത്ര വലുതാണ്, ഉയർപ്പത്രയും മഹത്തരമായിരിക്കും. ശത്രു എത്ര ഉന്നതനാണോ അത്രയും വലിയ ജയമായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അതേ, അവർ കാവൽ നിന്ന്. പക്ഷേ മത്തായി സുവിശേഷം 28-ാം അധ്യായം 1-ാം വാക്യം, ഞാൻ നിർത്തി, എല്ലാവരും ഉറങ്ങുക. മത്തായി സുവിശേഷം 28-ാം അധ്യായം 1-ാം വാക്യം മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം. അതേ, അവിടെ ഇതാ ഉയർപ്പിൻ്റെ വേദഭാഗം എഴുതിയിരിക്കുകയാണ്. നമ്മളെങ്ങനെയാണ് ഈസ്റ്റർ ദിനത്തിലെ ഉയർപ്പിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ചിത്രം, ഹൃദയത്തിലല്ല മനസ്സിലുള്ള ചിത്രം ഇതാണ്. അതിരാവിലെ ആയപ്പോൾ സ്വർഗം തുറന്നു, പൊന്നൊളി വിന്നുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു. അപ്പോൾ ആദ്യം പൊന്നൊളി വിന്നുന്നു. പൊന്നൊളി വിന്നിയപ്പോൾ സ്തോത്രം ആ കല്ലറയുടെ മുദ്ര അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു. കാരണം ദൂതൻ അതുവഴി ചുറ്റും ഇറങ്ങി നടക്കുന്നു. അപ്പോഴേക്കും മുദ്ര പൊളിയുന്നു. സ്തോത്രം. മുഖ്യമന്ത്രി വന്നപ്പോൾ പോലീസുകാർ ഓടിപ്പോയി കാറിൻ്റെ ഡോറ് തുറന്നു കൊടുക്കുന്നത് പോലെ ദൂതന്മാർ ഇറങ്ങിച്ചെന്ന് കല്ലിനെ ഉരുട്ടി മാറ്റി കൊടുക്കുന്നു. അപ്പോൾ കർത്താവ് താങ്ക് യു എന്ന് പറഞ്ഞ് കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. സോ ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ പാരമ്പര്യ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ചിന്തിച്ചത്? ദൂതൻ ഇറങ്ങണം എൻ്റെ യേശു പുറത്തു വരാൻ. പക്ഷെ ഇന്ന് പകൽ എനിക്ക് പ്രസംഗിപ്പാൻ കർത്താവ് തന്ന ദൂത് ഇതാണ്. ആര് വാതിൽ തുറന്നില്ലെങ്കിലും, ആര് കല്ലുരുട്ടിയില്ലെങ്കിലും, ആരൊക്കെ മുദ്ര വെച്ചാൽ, ആരൊക്കെ കയർ വെച്ച് കെട്ടിയാൽ
എന്റെ കർത്താവ് അതിനു മുൻപേ കല്ലറയിൽ നിന്ന് പുറത്തു വരും. അതെങ്ങനെ അങ്ങളെ പറയാൻ പറ്റുന്നത്? കാരണം സ്തോത്രം 12 ശിഷ്യന്മാർ, അയ്യോ ഞങ്ങൾ ആരും കല്ലറിയല്ലേ, ഞങ്ങളെ പാപം ദൈവമക്കളാണ് കർത്താവേ, പീഡവരല്ലേ 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 പീഡവരല്ലേ, മണിപ്പൂർ പോലെ പീഡവരല്ലേ, ഞങ്ങളെ മലയാളികളാണ് കർത്താവേ, ഞങ്ങൾക്ക് പീഡ സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് 12 ശിഷ്യന്മാർ അടച്ചു പൂട്ടി പ്രാർത്ഥിച്ചിരുന്നപ്പോൾ സ്തോത്രം ആ ചുവരിലൂടെ കർത്താവ് വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറയല, എങ്കിലും എന്നെ പേടിപ്പിക്കാതെ കർത്താവേ. ചുവരിലൂടെ അവൻ സ്തോത്രം അതെ അവിടെ മുൻപിൽ വന്നിട്ട് ട്രഡീഷണൽ ഗ്രീറ്റിംഗ്സ് ഓഫ് ജീസസ് സ്തോത്രം അതെ ഷലോം, നിങ്ങൾക്ക് സമാധാന അർത്ഥം വാട്ട് ഹാപ്പൻഡ് ഹല്ലേലൂയ സ്തോത്രം. തിരുവചന പ്രകാരം അടക്കം ചെയ്യപ്പെട്ടവൻ, തിരുവചന പ്രകാരം മരിച്ചവൻ, തിരുവചന പ്രകാരം അടക്കം ചെയ്യപ്പെട്ടവൻ. ഒരിക്കൽ കൂടെ, തിരുവചന പ്രകാരം മരിച്ചവൻ, തിരുവചന പ്രകാരം അടക്കം ചെയ്യപ്പെട്ടവൻ. ഹല്ലേലൂയ. അവനെ കല്ലറയിലൂടെ അവൻ ഓൾറെഡി പുറത്തു വന്ന ദൂത് ഇതാണ്. ആരും നിനക്ക് വേണ്ടി വഴി ഒരുക്കിയില്ലെങ്കിലും, ആരും നിനക്ക് വേണ്ടി വേദി തന്നില്ലെങ്കിലും, ആരും നിനക്ക് വേണ്ടി നന്മ ചെയ്തില്ലെങ്കിലും, in the name of Jesus, supernaturally ആരും നടന്നിട്ടില്ലാത്തത്, ആരും കണ്ടിട്ടില്ലാത്തത്, ആരും അനുഭവിച്ചിട്ടില്ലാത്തത് നിന്റെ ലൈഫിൽ വെളിപ്പെട്. You are going to simply walk out. ഏറ്റെടുക്ക് 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 ഏറ്റെടുക്ക്. ലാബാന റഖുനി അന്തലന ബഹമസേ ദുനിയാൻ ദുനിയാൻസി. യേശുവിന്റെ നാമത്തിൽ പിന്നിലിരിക്കുന്ന സഹോദരന്മാർ കേൾക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നീ പോലും അറിയാതെ സിംപ്ലി നീ പുറത്തു വരും. നീ പോലും അറിയാതെ നിന്നെ സിംപ്ലി ദൈവം പുറത്തെടുക്കും. ദാറ്റ്സ് ദ റൈറ്റ് വേർഡ്. നീ പോലും അറിയാതെ നിന്നെ ദൈവം സിംപ്ലി പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്നു. നീ അവിടെ ഇരിക്കുമെന്ന് ചിന്തിച്ചവർ, നീ അവിടെ ഇരിക്കുമെന്ന് ചിന്തിച്ചവർ മൂന്നാം പക്കം വന്ന് നോക്കുമ്പോൾ നിന്നെ അവരവിടെ കാണുകയില്ല. Oh glory, Thompson, come on. Hallelujah. മൂന്നാം പക്കം അവർ വന്ന് നോക്കുമ്പോൾ മനുഷ്യർ വച്ചെടുത്ത് നീ അവിടെ തുടരുകയില്ല. കൈയടിക്കുന്ന ആർപ്പിട്ട് ശക്തിയോടെ കൈയടിച്ച് യേശുവിൻ്റെ നാമത്തിൽ അവനെ പിന്നെ കണ്ടില്ല. പിന്നെ എന്തിനാ ആ ദൂതൻ ഇറങ്ങിയത്? വേദപുസ്തകം പറയുന്നു സ്തോത്രം അത് 28-ാം അധ്യായം മത്തായി സുവിശേഷം നിങ്ങൾ വായിക്കുന്നതായ സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി വന്ന്, ആ ദൂതൻ ഇറങ്ങി വന്നപ്പോൾ ആ ദൂതൻ ഇറങ്ങിയത് നിമിത്തം അവിടെ ഭൂമി കുലുക്കമുണ്ടായി. കമോൺ, തിരുവനന്തപുരത്ത് ഒരു സ്പിരിച്വൽ എയർക്വേക്ക്. Oh Lord, oh Lord, oh Lord, oh Lord. സഭ വായി തുറന്ന് തിരുവനന്തപുരത്ത് ഒരു സ്പിരിച്വൽ എയർക്വേക്ക്. തിരുവനന്തപുരത്തിന്റെ തെരുവിൽ ദൂതൻ ഇറങ്ങി നടക്കുമ്പോൾ ഒരു സ്പിരിച്വൽ എയർക്വേക്ക്. നൂറ്റാണ്ടുകളാൽ പണിത് ഉയർത്തിയ ദുരാത്മ മണ്ഡലത്തിന്റെ പാതാള ഗോപുരങ്ങൾ പൊളിഞ്ഞു വീഴുവാൻ. Are you with me? പാതാള ഗോപുരങ്ങൾ പറഞ്ഞു വീഴുവാൻ ദൂതന്മാർ ഇറങ്ങി നടക്കട്ടെ. അസ്ട്രോഫിക് എന്ന് പറയത്തക്ക ക്രമത്തിൽ, that means സൂര്യ ചന്ദ്ര നക്ഷത്രാദികളുടെ പ്രഭ ഒരുമിച്ച് കൂട്ടി വെക്കുന്ന അസ്ട്രോഫിക്, അതാണ് ഗ്രീക്ക് പറയുന്നത്. സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളെ പ്രഭ ഒരുമിച്ച് കൂട്ടി വെക്കുന്ന പ്രഭയുള്ള ഒരു ദൂതൻ ഇറങ്ങി വന്നു. അതിനെക്കുറിച്ച് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് സെയോ എന്നാണ്. ആ സെയോ സ്തോത്രം അവിടെ ഒരു ഭൂമി കുലുക്കമുണ്ടായി. ഭൂമിയുടെ അബ്രപാളികൾ സ്തോത്രം തമ്മിൽ വൈബ്രേറ്റ് ചെയ്തു. ആ ദൂതൻ കല്ലിനെ ഉരുട്ടി മാറ്റി അതിൻ്റെ മുകളിൽ ഇരുന്ന് എന്നിട്ട് ഓടി വന്നവരെ നോക്കി പറഞ്ഞു, ഹേ വന്ന് നോക്ക് അവനിവിടെ ഇല്ല. അപ്പൊ ദൂതനെ, നീ എന്തിനാ ഇറങ്ങിയേ? അത് യേശു പുറത്തു പോകാനല്ല ഞാൻ ഇറങ്ങിയത്, അവനിവിടെ ഇല്ലെന്ന് കാണിക്കാനാ ഞാൻ ഇറങ്ങിയത്.
ഏഞ്ചലിംഗ് മിനിസ്ട്രി ഈ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ തുടർന്നുള്ള മാസങ്ങളിൽ ഞാൻ വീണ്ടും പറയാം, ഈ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ തുടർന്നുള്ള മാസങ്ങളിൽ ഏഞ്ചലിംഗ് മിനിസ്ട്രി വളരെ ശക്തമായി, വളരെ ഭയങ്കരമായി സഭ അനുഭവിപ്പാൻ വേണ്ടി പോകുകയാണ്. ഏഞ്ചലിംഗ് മിനിസ്ട്രി ഗ്ലോറി ലെവൽ നിന്റെ വർദ്ധിപ്പാൻ വേണ്ടി പോകുകയാണ്. അവനിവിടെ ഇല്ല. നാട്ടുകാർ മുഴുവൻ പറയും നീ അവിടെ ഇല്ല. എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട്. പകുതിയായി, അടുത്ത പിന്നെ എപ്പോഴെങ്കിലും കേൾക്കുക. അവൻ പ്രത്യക്ഷനായി. 12 പ്രത്യക്ഷതകളുണ്ട് കർത്താവിൻ്റെത്. ഞാൻ അത് തൊട്ടില്ല. 12 പോയിൻ്റുണ്ട്. യേശു കർത്താവ്, യേശു മലയാളിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ യേശു കർത്താവിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാനതിനെ വലിയൊരു ഈവൻ്റ് ആക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഈവൻ്റ് ഞാൻ യെറുശലേമിൻ്റെ ഈവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയല്ല, അങ്ങ് റോമിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് അവനോട് പ്രത്യേകിച്ച് പറയും, സ്തോത്രം, അതെ പനയില കുരുത്തോലയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉപയോഗിച്ച്. എനിക്ക് ഇന്ത്യയിൽ നിന്ന് കുറച്ച് തെങ്ങിൻ്റെയും കൂടെ ഇമ്പോർട്ട് ചെയ്താണ്. കഴിഞ്ഞ ആഴ്ച കഴുതയായിരുന്നു, ഇപ്രാവശ്യം കുതിര ആയിക്കോട്ടെ. സ്തോത്രം. എന്നിട്ട് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് നേരെ പിലാത്തോസിൻ്റെ അടുത്ത്. എടാ കണ്ടോ, ഞാൻ വന്നാ കണ്ടോ? എടാ കയ്യഫാവേ, നീ എന്നെ തല്ലിക്കൊന്ന് അകത്ത് വെച്ചില്ലേ? തല്ലിക്കൊന്ന കണ്ടോ, ഞാൻ വന്ന കണ്ടോ? വളരെ താഴ്മയോടെ ഞാൻ പറയട്ടെ, ആള് കളിക്കുന്നതല്ല ശുശ്രൂഷ. നിന്നെ വെളിപ്പെടുത്തുന്നതല്ല ശുശ്രൂഷ. നാട്ടുകാരുടെ മുമ്പിൽ ചെത്തുന്നതല്ല ശുശ്രൂഷ. കർത്താവ് അവരുടെ മുൻപിലൊന്നും തന്നെ സ്നേഹിക്കാത്തവരുടെ മുൻപിൽ അവൻ പോയില്ല. നമുക്കും പോണ്ട കേട്ടോ. വേറെ എല്ലായിടത്തും പോണ്, ഞങ്ങളടുത്ത് വന്നില്ലല്ലോ, വരൂല. നമ്മളെ ടോളറേറ്റ് ചെയ്യുന്നവരുടെ അടുത്തല്ല പോകേണ്ടത്, നമ്മളെ സെലിബ്രേറ്റ് ചെയ്യുന്നവരുടെ അടുത്താണ് പോകേണ്ടത്. ഇത് യൂട്യൂബിലുണ്ടല്ലോ അല്ലേ? ഇത് കേട്ട് എനിക്കൊന്ന് ബലപ്പെടണം, അതിനു വേണ്ടിയാ. സ്തോത്രം. അതെ, യേശു തനിക്കെതിരെ പാര പണിതവരുടെ അടുത്ത് പോയില്ല, പകരം തന്നെ സ്നേഹിച്ചവരുടെ അടുക്കൽ അവൻ പോയി. നിന്റെ കുടുംബത്തിന് മുൻപിൽ, നിന്റെ പ്രിയപ്പെട്ടവരുടെ മുൻപിലൊക്കെ എന്നെ ഉയർപ്പിൻ സാക്ഷിയായി ആൾ മാറിയവനെ പോലെ, ആൾ മാറിയവളെ പോലെ നീ നിൽക്കും. അവരെല്ലാവരും കാണും, അവരെല്ലാവരും പറയും നീ നാച്ചുറൽ അല്ല, നീ സാധാരണക്കാരനല്ല. അപ്പം തിരിച്ചു പറഞ്ഞാട്ടെ, എൻ്റെ പുസ്തകത്തിൽ എൻ്റെ കർത്താവ് നാച്ചുറൽ അല്ല, അവൻ ഉന്നതമായ ഒരു ഉയർപ്പിനെ അവൻ പ്രാപിച്ചവനാണ്.